അനുകരിക്കുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ജോസമ്മ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഒരു പാട്ട് പാടി ആരാധിക്കാം. സ്തോത്രം. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രം. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യന്റെ നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യന്റെ നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ യേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ യേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടെ നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടെ നീ മാത്രമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ.
വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ, മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രം. യേശുനാഥാ യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലം എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും യേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ യേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എന്താ അപ്പാ, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലം എന്റെ കോട്ടയും. യേശുനാഥാ യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലം എന്റെ കോട്ടയും. സ്തുതിക്കുന്നു ഞാൻ, സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുതിന്റെ കരവിരുത്, സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സുസ്ഥിരനാഥന്റെ കരവിരുത്, മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിൻ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിനെ. യേശു ധൈര്യത്തോടെ വിളിച്ചു പറയാം, എൻ ദൈവം. വിശ്വാസത്തോടെ യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രം. യേശുനാഥാ യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലം എന്റെ കോട്ടയും നീ മാത്രമേ. ഹല്ലേലൂയ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എന്റെ ശൈലവും എന്റെ കോട്ടയും നീ മാത്രം. പ്രൈസ് ദി ലോർഡ്. രാത്രി ധൈര്യത്തോടെ വിളിച്ചു പറയാം, ഉറക്കെ വിളിച്ചു പറയാം, ഹല്ലേലൂയ. യേശുനാഥാ നീയാണ് എന്റെ ഏക ആശ്രയം, നീയാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. അത് ഇത്ര സന്തോഷമുള്ള വാക്കുകളാ. ഹല്ലേലൂയ. അതെ, ഏറ്റവും ജീവിതത്തിൽ തുറന്നും ഉറക്കയും ധൈര്യത്തോടും എവിടെയും പറയാൻ കഴിയുന്ന, അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു വാക്കാണ് യേശു നീയാണ് ദൈവം, നീയാണ് ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ ശുശ്രൂഷയുടെ 298 ദിവസത്തെ മീറ്റിംഗിനായി കൂടി വന്നിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ദേവദാസന്മാരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും വേഗം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ മീറ്റിംഗിന് ശേഷം നമ്മൾ ആയിരത്തൊക്കെ ദൈവമേ കാത്തു പരിപാലിച്ചു. ദൈവത്തിന്റെ ശബ്ദങ്ങൾ ഓരോ നിമിഷവും നമുക്ക് കേൾപ്പാനും അനുഭവമായിക്കൊണ്ടിരിക്കുന്നല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സമയങ്ങൾ മുഴുവനും കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്ന തിരുവാനിടയാകട്ടെ. ഹല്ലേലൂയ. അതേ സ്തോത്രം. കേവലം ഫലമില്ലാത്ത ഒരു വൃക്ഷമായിട്ടല്ല, ഫലമുള്ളവരായി തീരുവാൻ തക്കണം ഇടയാകണം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. ഫലമുള്ളതിനെ അധികം ഫലം കായ്ക്കേണ്ടത് ചെത്തി വെടിപ്പാക്കുമ്പോൾ ഹല്ലേലൂയ അതേ ഫലമില്ലാത്തതിനെ എന്നേക്കുമായി തീയിലേക്ക് വെട്ടിയിടുന്ന കാഴ്ചകൾ ഹല്ലേലൂയ കാണുന്നു. നമുക്ക് തിരുവായിക്ക് കഴിയുന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നമ്മൾ ആക്കിയ സ്ഥാനത്ത് ഫലമുള്ളവരെ തീരുവാൻ നമുക്കിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് ജീവിതത്തെ ഏറ്റവും അനുഗ്രഹകരം തീരുമാറാകട്ടെ. രാത്രികാലം കൂടി വന്ന എല്ലാവരും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രി ദൈവം സൂക്ഷിക്കാൻ ക്ഷണിച്ചിരിക്കുന്ന പ്രിയ പാസ്റ്റർ ഷിനോ ജോൺ അവർക്കായി സ്തുതിക്കും. നമ്മൾ ക്ഷണപ്രകാരം ഈ മീറ്റിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ഇംഗ്ലീഷ് വർഷിപ്പിൽ നമ്മോടൊപ്പം കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമുള്ള വചനം സാക്ഷ്യത്തിലൂടെ ഇടയായത്തോട് വളരെ അനുഗ്രഹപ്പെട്ട സന്ദേശമായിരുന്നു അന്ന് ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മോടൊപ്പം കൃതാസൻ നമ്മുടെ മറ്റേ ജോയിച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയിലുള്ള ഹല്ലേലൂയ സ്തോത്രം തിയോളജി സെമിനാരിൽ തന്റെ അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുന്നു. അപ്പോൾ തന്നെ ഒരു അനുകരിക്കപ്പെട്ട ശുശ്രൂഷകനായിരിക്കുന്നു. ഒരു കർത്താവിന്റെ വേലയിൽ തന്നെ വേർതിരിഞ്ഞ് അനുഗ്രഹത്തോടെ അനേകരെ കർത്താവിനായി വാർത്തെടുക്കുവാനും വിശ്വാസം ഉറപ്പിക്കുവാനും വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾക്ക് വെച്ച് കർത്താവിന്റെ വേല വിശ്വസിക്കുന്ന ദൈവത്തിനാണ് പ്രിയ പാസ്റ്റർ. ഞങ്ങളുടെ എന്റെ പരിചയത്തിൽ വളരെ പ്രാപ്തിക്കുന്ന വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ വേല ചെയ്യുന്ന വിശ്വാസത്തോടെ വേല ചെയ്യുന്ന ഒരു അനുഗ്രഹയുടെ കർദാസനാണ് ഇന്ന് രാത്രി ആയിരിക്കുന്നത്. നമ്മുടെ ഭാര്യ വളരെ അനുഗ്രഹത്തിലുമാറാകട്ടെ. സ്തോത്രം. യേശുക്രിസ്തു നാമത്തിൽ ആ കർദാസൻ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ദൈവ സൂക്ഷിക്കായി ഞാൻ സമയം വേർതിരിക്കുന്നു. വളരെ പ്രാർത്ഥന രാത്രികരമായിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ ഷിനോജ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ ഷിനോജ് കേൾപ്പാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ എന്നെ? കേൾക്കാം പാസ്റ്റർ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ നിങ്ങളോട് ഒന്നിച്ച് ആയിരിക്കുവാൻ കഴിഞ്ഞതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നൽകി നല്ല അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ വിലപ്പെട്ട ദാസനോട് കൂടെയും സഭയോട് കൂടെയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്ത ദൈവങ്ങളോട് കൂടെ നൽകി തന്ന ഈ മീറ്റിംഗിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് രാത്രികാലം കർത്താവ് എന്റെ മനസ്സിലേക്ക് തന്ന ഒരു ദൈവചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാസ്പദമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 33 വരെ ഉള്ള വാക്യങ്ങളാണ് ദൈവം എന്റെ മനസ്സിലേക്ക് രാത്രികാലത്തെ ചിന്തയ്ക്കായിട്ട് നൽകിയത്. നമുക്ക് ദയവായിട്ട് ആ വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ, സകലവും അവരിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ആമേൻ. സ്തോത്രം. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കുവാൻ കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 33 മുതൽ റോമൻസ് ചാപ്റ്റർ 11 verses 33 to 36 ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. Oh, the depth of the riches, both of the wisdom and the knowledge of God. How unsearchable are his judgments, unfathomable his ways. For he who has known the mind of the Lord, or who became his counselor, or who has first given to him that it might be paid back to him again.
verse 36. For from him and through him and to him are all things. To him be the glory forever. Amen. കർത്താവേ, ഞങ്ങൾ ഈ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ രാത്രികാലം ഞങ്ങളോട് ദൈവം സംസാരിക്കണമേ. കർത്താവേ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ നിന്റെ മാറ്റമില്ലാത്ത ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു മനുഷ്യന്റെ വാക്കുകൾ ഞങ്ങളെ കർത്താവെ ബലപ്പെടുത്തുമെങ്കിലും നിത്യതയോളം ഞങ്ങളെ ഉറപ്പിക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുവാൻ കഴിയുന്ന ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവെ, എഴുതപ്പെട്ട വചനമാണ് എങ്കിലും വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നെന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഈ എഴുതപ്പെട്ട വചനത്തിനകത്തുള്ള വെളിപ്പാട് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തെളിയിച്ചു തരണമേ. കർത്താവെ, ഇത് വെറും വാക്കുകളായി തീരാതെ, ഒരു മനുഷ്യൻ കർത്താവെ കേരളത്തിൽ നിന്ന് സംസാരിക്കുന്ന വെറും വാക്കുകളായി തീരാതെ, ദൈവമേ പരിശുദ്ധാത്മാവ് ഈ വാക്കുകളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവെ, അനേക ശാസ്ത്രിമാരും അനേക പുരോഹിതന്മാരും ന്യായപ്രമാണം മുഴുവൻ വായിച്ചിട്ടും അതിനകത്തുള്ള അത്ഭുതമായ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ കഴിയാതിരുന്നപ്പോൾ കർത്താവെ, ഹല്ലേലൂയ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട് കർത്താവെ സാധാരണക്കാരനും പഠിപ്പില്ലാത്തവനും വെളിപ്പെടുത്തി ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ രാത്രികാലം ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവമേ ഞങ്ങൾക്ക് ജീവിതത്തിന്റെ ക്രമീകരണത്തിനും നിന്റെ വരവിന് ഒരുങ്ങുവാൻ ആവശ്യമായ വചനത്തിന്റെ യഥാർത്ഥ വെളിപ്പാടുകൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ ഇന്ന് രാത്രികാലം ബലപ്പെടുത്തണമേ. ഒരു വ്യക്തിയുടെ നല്ല പ്രസംഗമായിരുന്നു എന്നുള്ള അഭിപ്രായത്തെക്കാൾ അപ്പുറമായി അനുഗ്രഹിക്കപ്പെട്ട എന്റെ യേശുവിനെ അല്പം കൂടെ അടുത്തറിയുവാൻ ആ വചന നിമിത്തം കാരണമായി എന്ന് അറിയുവാൻ സഹായിക്കണം. ഈ പ്രസംഗത്തിലൂടെ ആരും അടിയനെ അറിയരുത്, മറിച്ച് നിന്നെ അറിയുവാൻ, നിന്നിലേക്ക് ചേർക്കപ്പെടുവാൻ, അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്കറിയാം, വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അധ്യായമാണ്. ഞാൻ കർത്താവിന്റെ ദാസൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അനേക നാളുകൾക്ക് മുമ്പ് പ്രസംഗിച്ച ഒരു വിഷയമാണ് റോമാലേഖനം 11-ാം അധ്യായം. എന്നാൽ ഈ കർത്താവിന്റെ ദാസൻ എന്നെ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ച സമയത്ത് എന്റെ മനസ്സിലേക്ക് ദൈവം ഇടപെട്ടത് ഈ ഭാഗമാണ്. മറ്റു പല ഭാഗങ്ങളും എന്റെ ഓർമ്മയിലേക്ക് വന്നുവെങ്കിലും ഈ ഒരു വേദഭാഗം വായിക്കുവാൻ എൻ്റെ ഉള്ളിൽ ഒരു നിയോഗം തന്നു. നിങ്ങൾക്കറിയാം, വായിച്ചതുപോലെ ഇത് ഇച്ചിരി അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വേദഭാഗമാണ് മനസ്സിലാക്കുവാൻ. എങ്കിലും ഈ വേദഭാഗത്തിൽ നിന്നുള്ള ആഴമേറിയ ദൈവത്തിന്റെ സത്യങ്ങൾ അടുത്ത 1 മണിക്കൂറിൽ പരമുള്ള സമയങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിവിടെ അറിയാൻ സാധിക്കും, ഇവിടെ പൗലോസ് പറയുന്നു അതൊരു എക്സ്ക്ലമേഷൻ ആണ്. അത് ഒരു തന്നെ എന്തോ അത്ഭുതപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മൾ എന്തുകൊണ്ടാണ് അതിന് ഇംഗ്ലീഷ്, അതുകൊണ്ടാണ് ഞാൻ അത് ഇംഗ്ലീഷ് ഭാഗത്തിൽ വായിച്ചത്. എന്തോ കണ്ട് താൻ അത്ഭുതപ്പെടുകയാണ്. നമുക്കറിയാം, അത്ഭുതപ്പെടാറുണ്ട് നമ്മൾ പലതും കണ്ടിട്ട്. നമ്മൾ സാധാരണ കാര്യങ്ങൾക്ക് അപ്പുറമായ ചിലത് കണ്ടിട്ട് ഒരു എക്സ്ക്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഹി ഈസ് മാർവലിംഗ് അറ്റ് സംതിങ്, എന്തോ കണ്ട് താൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് പൗലോസ് കണ്ട് അത്ഭുതപ്പെടുന്നത്? നമ്മൾ സാധാരണ ഈ കാലഘട്ടത്തിലൊക്കെ പലതും കണ്ട് നമ്മൾ ഭയപ്പെടുകയാണ്. നമുക്ക് അത്ഭുതപ്പെടുന്ന നിമിഷങ്ങളല്ല, നമ്മൾ പലതും കണ്ട് ഭയപ്പെടുന്ന നിമിഷങ്ങളാണ്. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മളെ ഇതെല്ലാം അത്ഭുതപ്പെടുത്തുകയല്ല, നമ്മൾ ഇതെല്ലാം ഭയപ്പെടുത്തുകയാണ്. എന്നാൽ പൗലോസ് എന്തോ ഒരു കാര്യം വിവരിച്ചതിന് ശേഷം 33-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ ഒരു ഡോക്സോളജി അവിടെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, അതിനെ തിയോളജിയൻസ് വിളിക്കുന്നത് ഡോക്സോളജി എന്നാണ്. ഇറ്റ് ഈസ് എ ഹിം. അതൊരു ഡോക്സ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. ഡോക്സ എന്ന വാക്കിന്റെ അർത്ഥം ഗ്ലോറി എന്നാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പാട്ടായിട്ടാണ് ഇതിനെ വേദപണ്ഡിതന്മാർ കാണുന്നത്. ഇറ്റ്സ് എ ഡോക്സോളജി. അപ്പോൾ എന്തിനാണ് പൗലോസ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്? ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. നിങ്ങൾക്കറിയാം, അവിടെ ദൈവത്തിന്റെ ധനത്തെ കുറിച്ച് പറയുന്നു, ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു, ദൈവത്തിന്റെ അറിവിനെ കുറിച്ച് പറയുന്നു, അടുത്ത പറയുന്നു ദൈവത്തിന്റെ വഴികളെ കുറിച്ച് പറയുന്നു, ദൈവത്തിന്റെ ജഡ്ജ്മെന്റ്സിനെ കുറിച്ച്, വിധികളെ കുറിച്ച് പറയുന്നു, ദൈവത്തിന്റെ മനസ്സിനെ കുറിച്ച് പറയുന്നു. ഇത്രയും പറഞ്ഞ് പൗലോസ് പറയുകയാണ്. എന്തിനാണ് ഇത് പറയുന്നത്? അതിന്റെ പശ്ചാത്തലമാണ് 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മുഴുവനും മനുഷ്യന്റെ ജീവിതത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ സർവാധികാരം, the sovereignty of God over the events in the history. മനുഷ്യന്റെ ചരിത്രത്തിലുള്ള ദൈവത്തിന്റെ അധികാരത്തെയാണ് 11-ാം അധ്യായം മുഴുവൻ നമ്മൾ കാണുന്നത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ ആ 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, മുഴുവൻ ചരിത്രം ഞാൻ എടുത്ത് വായിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതി വെക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇഫ് യു ആർ റൈറ്റിംഗ് ഡൗൺ സം നോട്ട്സ്, നിങ്ങൾക്ക് ആരെങ്കിലും എഴുതി വെക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതുവാൻ കഴിയും. അവിടെ ഇങ്ങനെ പറയുന്നു, യഹൂദന്റെ തിരസ്കരണവും ജാതികളുടെ കൂട്ടിച്ചേർക്കൽ,
അതിനുശേഷം പൗലോസ് പറഞ്ഞു, അതുകൊണ്ടാണ് 11-ാമത്തെ വാക്യത്തിലേക്ക് 11-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ 17-ാമത്തെ വാക്യം നിങ്ങൾക്കറിയാം, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് സ്വാഭാവിക നാച്ചുറൽ ബ്രാഞ്ചസ് വേർ കട്ട് down and then grafted the wild olive branches. കാട്ടൊലിവായതിനെ അതിനോട് ചേർത്തൊട്ടിച്ചു. അപ്പോൾ നോക്കുക, ഇതിന്റെ അർത്ഥവാക്യം പറയും. അതെന്താണ് അതിനെ കാണിക്കുന്നത്? യഹൂദന്മാർ യേശുവിനെ തിരസ്കരിക്കുന്നത് ജാതികളായ നമ്മൾക്ക് ദൈവത്തിന്റെ അംഗീകാരണത്തിന് കാരണമായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൊമ്പിന് നേരെ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യം, എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടത്. എന്നിട്ട് താഴോട്ട് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, നീ വിശ്വാസത്താൽ നിലനിൽക്കുന്നു. എവിടെയാണ് ദൈവം നമ്മളെ ഒട്ടിച്ചിരിക്കുന്നത്? ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം അതിനെക്കുറിച്ച് പറഞ്ഞു പോകാം. ദൈവം നമ്മളെ ഒരു റൂട്ട് സിസ്റ്റത്തിനോട് ഒട്ടിച്ചിരിക്കുകയാണ്. ഏതാണ് ആ റൂട്ട് സിസ്റ്റം? അതാണ് അബ്രഹാമിന്റെ സന്തതികളായ യഹൂദന്മാരെ, അവരാണ് യഥാർത്ഥ കൊമ്പുകൾ, നാച്ചുറൽ ബ്രാഞ്ചസ് ആണ്. എന്നാൽ അതിനെ വെട്ടിക്കളഞ്ഞിട്ട് ജാതികളായ അതിനെയാണ് നമ്മൾ, അതുകൊണ്ടാണ് കാട്ടൊലിവായ നമ്മളെ അവനോട് ചേർത്തത്. എന്തിനാണെന്നറിയാമോ? ആ വേരിന്റെ ഫലം നമ്മൾ അനുഭവിക്കുവാൻ. അവിടെ അത് എഴുതിയിരിക്കുന്നു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നു. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണമേ. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നു. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എന്തിനോ പങ്കാളികളായി തീരുകയാണ്. അതോടുകൂടി ദൈവം നമ്മളെ ഒട്ടിക്കുന്നു. എന്തിനോട് ഒട്ടിക്കുന്നു? ആ യഥാർത്ഥ ആ ഒലിവ് വൃക്ഷത്തോട് നമ്മളെ, കാട്ടൊലിവായിരുന്ന നമ്മളെ അല്ലെ ഒട്ടിക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു പങ്കാളികളായി തീരുകയാണ്. അതിനാണ് നമ്മൾ അതിനോട് ആസ്പദമായിട്ട് വായിക്കുന്ന വേദഭാഗമാണ് ഗലാത്യ ലേഖനം. അതിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ഗലാത്യയിലെ 3-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട വാക്യം 14-ാമത്തെ വാക്യം 13-14 വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അവിടെ ഇങ്ങനെ പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്ക് ക്രിസ്തുവിലൂടെ വന്നു. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്താണ്? ഫലപ്രദമായ വേരിന് നമ്മൾ പങ്കാളികളായി തീർന്നു. എന്നിട്ട് പൗലോസ് താഴോട്ട് പറയാണ്, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പൗലോസ് പറയാണ്, പക്ഷേ നമ്മളെ ദൈവം കരുണ കൊണ്ടാണ് നമ്മളെ ഈ കൊമ്പിനോട് ചേർത്തത്. എന്നാൽ യഹൂദന്മാർ ഒടിഞ്ഞുപോയി. കാരണം എന്താണ്? അവരുടെ അവിശ്വാസ നിമിത്തം അവർക്ക് ഇതിനോട് ചേരുവാൻ കഴിഞ്ഞില്ല. വായിക്കാൻ വേണമെങ്കിൽ യോഹന്നാൻ 1:11 പറയുന്നു, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നിട്ട് ഉടനെ എന്താ നമ്മൾ വായിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ആരാണ് ഏവര്? നമ്മൾ ഓരോരുത്തരുമാണ് അല്ലെ. പണ്ടൊരിക്കല് ഒരു പാസ്റ്റർ ഒരു സഭയിൽ പ്രസംഗിക്കാൻ പോയി. സ്തോത്രം, ഹല്ലേലൂയ. പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട പാസ്റ്റർ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹം നമ്മളെ പോലൊന്നും അല്ല, ഇദ്ദേഹം ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ്, എങ്കിലും ദൈവം അദ്ദേഹത്തോട് കരുണ കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ അത് ഒത്തിരി മുറിവായി മാറി. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ള യഹൂദന്മാരെല്ലാം ഒന്ന് കൈ ഉയർത്തിയാട്ടെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആരെയും താഴ്ത്തിക്കെട്ടി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാം ജാതികളാണ്. എന്നാൽ പിന്നീട് മത്തായി സുവിശേഷം 6:33 പറയുന്നുണ്ട്, 32 എന്താണ്? ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. അവിടെ ജാതികൾ എന്ന വാക്കിന്റെ അർത്ഥം ദൈവവിശ്വാസം ഇല്ലാത്തവരെന്നാണ്. അവിടെ അതിനർത്ഥം അങ്ങനെയാണ്. എന്നാൽ മടങ്ങി വരുമ്പോൾ അപ്പോൾ ഈ അനുഗ്രഹം, അബ്രഹാമിന്റെ അനുഗ്രഹം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എന്താണ് അബ്രഹാമിന്റെ അനുഗ്രഹം തന്നത്? നമുക്കറിയാം. 12-ാം അധ്യായത്തിൽ ഞാനിതിന്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ 6 തല അനുഗ്രഹങ്ങൾ ദൈവം അബ്രഹാമിന് കൊടുക്കുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഇന്നും സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിനെ ഭൗതികവൽക്കരിക്കുമ്പോഴാണ് അപകടം വരുന്നത് മാത്രം. നമുക്കറിയാം. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, ലീവ് ആൻഡ് ബി ബ്ലെസ്ഡ്. നീ വിടുക, എന്നിട്ട് നീ അനുഗ്രഹം പ്രാപിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് പലർക്കും അനുഗ്രഹം പ്രാപിക്കാതിരിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് ഞാൻ ഈ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആയതുകൊണ്ട് ഞങ്ങളുടെ പല വിശ്വാസത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ വരും. അപ്പോൾ ഇവർ പറയും എന്നോട്, ചില പിള്ളേർക്ക് ഞാൻ ഇന്നലെ അത് സംസാരിക്കാൻ ഇടയായി തീർന്നു, സാറേ ഉറങ്ങുമ്പോൾ രാത്രിയിൽ സാരി ഉടുത്ത് മുടി അഴിച്ചിട്ട് ഒരാൾ ഇതിലൂടെ പോകുന്നത് എപ്പോഴും കാണുമെന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, വിടേണ്ടതൊക്കെ ശരിക്കും വിടാത്തത് കൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് നീ കാണുന്നതെന്ന് പറയും. യെസ്, അപ്പോൾ നമ്മൾ വിടുക, അനുഗ്രഹം പ്രാപിക്കുക. 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കറിയാം അബ്രഹാമിന്റെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളൊന്ന് പെട്ടെന്ന് വായിക്കാം. അത് വായിക്കാൻ ഒരു നിയോഗം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം വായിക്കുന്നത്. വായിക്കാം. അവിടെ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. സ്തോത്രം, ഞാൻ നിന്നെ എന്ത് ചെയ്യും? വലിയൊരു ജാതിയാക്കും.
പ്രൈസ് ഗോഡ്. ആ അനുഗ്രഹം ഇന്ന് ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? യെസ്. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ പ്രതിസന്ധികളുടെ നടുവിൽ പരന്നുകൊണ്ടിരുന്നത്. ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുകയാണ്, ഏകദേശം 5 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണിക്കുന്നത്. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നു. അതുകൊണ്ടാണ് ദൈവവചനം പരക്കുന്നത്. ദൈവവചനം പരക്കുന്ന വാക്കിന്റെ അർത്ഥം ചർച്ചാണ്. നമ്മുടെ മേലുള്ള നിയോഗം. ഇപ്പോൾ എന്റെ ശുശ്രൂഷ എനിക്ക് പറയാൻ കഴിയും എന്റെ പ്രസംഗം നന്നാവുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ എന്റെ ശുശ്രൂഷ വർദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്റെ മേലുള്ള ദൈവത്തിന്റെ വചനം ദൈവം നിവർത്തീകരിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. സ്വന്തം. അപ്പോൾ ദൈവവചനം മേൽക്കുമേൽ പരന്നു എന്ന വാക്കിന് അത് പറയുമ്പോൾ എനിക്കൊരു നിയോഗം, ഒരു വാക്യം വായിക്കുവാൻ 105-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്. സ്വത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വത്രം പറയാം. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് നെറ്റ്വർക്ക് സ്റ്റക്ക് ആയതുപോലെ ഇരിക്കുന്നു. അങ്ങനെ ഒന്നും ഇരിക്കരുത്. സ്വത്രം. ദൈവത്തിനൊക്കെ കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. കേരളത്തിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് പ്രസംഗിക്കുന്നത്. നിങ്ങളൊക്കെ ആൾക്കാർ വെടിവെക്കാൻ ഇന്നവരൊക്കെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കാണുന്നു. അങ്ങനെ ഒന്നും ഇരിക്കരുത്. സ്വത്രം. ഹല്ലേലൂയ. ആമേൻ. സ്വത്രം. ഇനി ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ചർച്ചയിൽ ഇതുപോലെ പണ്ടൊരു കുടുംബം ഉണ്ടായിരുന്നു. അവരെന്ത് പറയുന്നത് സ്വത്രം പറയാൻ കൈ ഉയർത്തത്തില്ല. ഇപ്പൊ പിന്നെ കൈ ഉയർത്തി സ്വത്രം പറഞ്ഞുകൊണ്ട് നടക്കുക ഏത് സമയത്തും. അതിനൊരു കാരണം ഉണ്ടായി, ഞാൻ ഇപ്പൊ പറയുന്നില്ല. സ്വത്രം. നിങ്ങൾ സ്വത്രം പറയാൻ നിങ്ങൾക്ക് നല്ലത്. ഹല്ലേലൂയ. ആമേൻ. സ്വത്രം. അടുത്ത പ്രാവശ്യം വിളിക്കത്തില്ലെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹം. നോക്കുക. ആമേൻ. 105-ാം വാക്യം, സങ്കീർത്തനം 105. നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അവിടുത്തെ ഒരു വാക്യം നോക്കുക. എന്തുകൊണ്ടാണ് സഭ മേൽക്കുമേൽ പരന്നത്? അത് അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. അബ്രഹാം എന്ന് പറഞ്ഞാൽ നിന്നെ വലിയ ഒരു ജാതിയാക്കും. 105-ാം സങ്കീർത്തനം അതിന്റെ 18-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ വചനം നിവൃത്തിയാകുവോ അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. നിങ്ങളൊന്ന് ഓർത്തേക്ക് ആ വാക്യത്തിന്റെ ആഴം എത്ര അധികമാണ്. താങ്ക് യു. അതാരാണ് അതിനെ പ്രൊജക്ട് ചെയ്യുന്ന അദ്ദേഹത്തിന് താങ്ക് യു. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിക്കണം. രാത്രികാലം ഒരു സൂം മീറ്റിംഗ് കൂടെ കൂടി ഒരു ദിവസം കൂടെ കേട്ടെന്നുള്ളത് അത് ഇരിക്കരുത്. ദൈവത്തിന്റെ രാത്രികാലം സംസാരിക്കേണ്ട വചനം നിങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കുക. നിങ്ങൾ ഓർത്ത് വയ്ക്കേ, അവിടെ യോസെഫിനോട് കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്റെ ഭാഷയിൽ. ആ ദൈവം അവന് കൊടുത്ത സ്വപ്നം നിവൃത്തിയാകുക എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ കർത്താവിന്റെ വെളിപ്പെട്ട ദാസനെ ഒന്ന് നോക്കിയ വാക്യം, യഹോവയുടെ വചനം നിവൃത്തിയാകുകയും. അപ്പോൾ ദൈവം തരുന്ന സ്വപ്നങ്ങൾ ദൈവവചനമാണ്. അത് വേറൊരു സ്വപ്നമാണെങ്കിൽ നിറവേറുകയില്ല. But you need to find the word of God in your dream. You need to find the word of God in your promises. നിന്റെ വാഗ്ദത്തത്തിന്റെ അകത്ത് ദൈവത്തിന്റെ വചനത്തെ കണ്ടെത്തണം. ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഈ ദേശം, ഞാൻ ഒരു അനുഭവം കർത്താവിന്റെ ദാസനോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വത്രം. ഞാൻ ഈ ആവേശത്തിലൊക്കെ പ്രസംഗിക്കുന്നതിന് കാരണം നിങ്ങൾ ആരും പേടിക്കരുത്. നിങ്ങളെ കൊണ്ട് സ്വത്രം പറയാനല്ല. നിങ്ങൾ ഒരു കുഞ്ഞു സ്വത്രം പറയില്ല. ഇവിടെ സ്വത്രം പറയാൻ കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്വത്രം പറയാം. പക്ഷെ എന്റെ അനുഭവം കർത്താവിന്റെ ദാസനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ ദേശത്ത് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഭയങ്കര പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഓരോ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ ഭിത്തിയിലെല്ലാം പെയിന്റ് വാരി ഒഴിക്കുക. ഞാൻ സെമിനാരിൽ പഠിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ മതിലെ പെയിന്റ് ഒഴിക്കുക, കറുത്ത പെയിന്റ് ഒഴിക്കുക. ഞങ്ങളുടെ ഗേറ്റിൽ വന്ന് വണ്ടി ഇടിപ്പിക്കുക. ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങൾ ഞങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് മുമ്പിൽ എടുത്തുകൊണ്ട് പോകുക. വളരെ ദ്രോഹമാണ്. എന്തെല്ലാം 4 റീസർവേ ഞങ്ങളുടെ സ്ഥലത്തിനെതിരെ വന്നു, കേസ് വന്നു. ഇതിന്റെ എല്ലാം നടുവിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു 3 വർഷം മുമ്പ് ഒരു കർത്താവിന്റെ ദാസനോട് എന്റെ സ്നേഹിതൻ നമ്പർ കൊടുത്ത് എന്നെ വിളിച്ചു. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന പ്രവാചകനാണ്. അപ്പോൾ പ്രവാചകന്മാരെ വിളിച്ചതല്ല, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തെ ഒന്ന് വിളിക്കണം, അത് ദൈവ നിയോഗമാന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇന്നയാള് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താണ് അവരുടെ ആ പ്രശ്നമാണ് അല്ലേ? ഓക്കെ, അവർ നിങ്ങളെ വെറുതെ ദ്രോഹിക്കുകയാണ്. പക്ഷെ ദൈവം ഒരു വചനം തരുന്നു, അതേ ഉള്ളൂ. എന്താണ്? റോമർ 8:31. കാണാതെ പറയാമോ ആർക്കെങ്കിലും? സ്തോത്രം. അത് ആരോ പറയുന്നത് യഹോവന്റെ ഇടയനാകും. അത് 23 സങ്കീർത്തനം. മടങ്ങി വരാം. എന്താണ് 8:30 പറയുന്നത്? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഞാൻ അദ്ദേഹം അത് പറഞ്ഞു ഫോൺ വെച്ചു. 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി. ഇന്നും ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഇതാണ് ദൈവം. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചൊരു കാര്യം, നിങ്ങൾക്കറിയാമല്ലോ, പ്രസംഗം തുടങ്ങിയാൽ പിന്നെ പരിശുദ്ധാത്മാവാണ് ഇത് ഏറ്റെടുക്കുന്നത്. പിന്നെ എന്റെ നിയന്ത്രണത്തിലല്ല, അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നോക്കണം, ഈ യഹോവയുടെ വചനം നിവൃത്തിയാകുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു, ഈ യോസെഫിനെ കുറിച്ച് സ്തെഫാനോസ് പറഞ്ഞൊരു ഭാഗമുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് എടുക്കാം. നമ്മൾ പല പല വാക്യങ്ങൾ വായിച്ചു പോകും. അതാണ് ഈ ബൈബിൾ സ്കൂൾ അധ്യാപകരെ കുറിച്ചുള്ള കുഴപ്പം. 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യോസെഫിനെ കുറിച്ച് സ്തെഫാനോസിന്റെ ഒരു പ്രസംഗം നിങ്ങൾക്ക് കാണാം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ആരും പറയരുത്, അയ്യോ പുള്ളി ഒരു അധ്യാപകനായിട്ട് ഒരു ഔട്ട്ലൈൻ ഇല്ലല്ലോ, പോയിന്റ് ഇല്ലെന്ന് പറയരുത്. ദൈവമാണ് പോയിന്റ് ഇടുന്നത്. വായിച്ചോണം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 7-ാം അധ്യായത്തില് താഴോട്ട് വരുമ്പോൾ എവിടെയാ അത് പറയുന്നത്? 7-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്പെടുത്തി 7-ാം അധ്യായത്തിൽ ഞാൻ ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അതിന്റെ 9-ാമത്തെ വാക്യം. ഗോത്രപിതാക്കന്മാർ യോസെഫിനോട് അസൂയപ്പെട്ടു. കണ്ടോ? അസൂയപ്പെട്ടു.
ഇന്ന് രാത്രികാലം നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. അസൂയപ്പെട്ടു. അതാണ് ഞങ്ങൾക്കുള്ള പ്രശ്നം. അസൂയപ്പെട്ടു. അവനെ മിസ്രൈമിലേക്ക് വിട്ടുകളഞ്ഞു. എന്ന ദൈവം അവന്റെ കൂടെ ഇരുന്നു. ശംഭുര. അത് നിങ്ങൾ ഓർത്തു നോക്കിയേ, ദൈവം അവന്റെ കൂടെ ഇരുന്നു. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവം വചനം കൊടുക്കുന്നവന്റെ കൂടെ ദൈവം ഇരിക്കും. ദൈവം വാഗ്ദത്തം കൊടുക്കുന്നവന്റെ കൂടെ ദൈവം ഇരിക്കും. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്കൊരു വചനം തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നിവർത്തിക്കും. ആമേൻ. സ്തോത്രം. അപ്പൊ അതിനൊരു വാക്യമുണ്ട് പാസ്റ്ററെ. അയ്യോ, വാക്യം പിന്നെയും പിന്നെ ദൈവം തരുക. അതിനുള്ളൊരു വാക്യമാണ് യിരെമ്യാവിനോട് പറയുന്നത്, നീ എന്ത് കാണുന്നു? അപ്പോൾ യിരെമ്യാവ് പറയുന്നു, ഞാൻ കാണുന്നത് ഒരു ജാഗ്രത വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. അപ്പോൾ ഉടനെ എന്താ പറഞ്ഞേ റെജി ജോർജ് ബ്രദറെ, എന്താ പറഞ്ഞേ? നീ കണ്ടത് ശരി തന്നെ. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവം കാണുന്നത് നമ്മൾ കാണുന്നതാണ് ശുശ്രൂഷയിൽ നമ്മൾ ഉണ്ടെന്നുള്ളതിന്റെ അടയാളം. സ്വന്തം ദൈവം ദൂതനെ അയക്കുന്നത് കാണുന്നു, നമ്മൾ ഇവിടെ കാണുന്നു. ദയവായി ശുശ്രൂഷ ചെയ്യരുത്. നിങ്ങൾ ദൈവം അയച്ച ദൂതനെ കാണണം. രാത്രികാലം നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ആ യിരെമ്യാവിനോട് പറയുകയാണ്, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു. അപ്പോൾ യിരെമ്യാവ് ഉടനെ പറഞ്ഞു, നിങ്ങൾക്ക് ആ ഭാഗം എടുക്കാൻ കഴിയും. യിരെമ്യാവ് പറഞ്ഞു, ഞാൻ ഒരു ജാഗ്രത. പിന്നെ നിങ്ങൾക്ക് അറിയാം, അവിടെ ഒരു വാക്യം കാണുന്നു. അതിന്റെ 12ാമത്തെ വാക്യം, നീ കണ്ടത് ശരി തന്നെ. കർത്താവിന്റെ ദാസനെ ദൂത് പറയുന്നു, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും. ഇതാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ ദൂത് ദൈവസഭയോട്. ആമേൻ. If God has given you a promise of his word, he is watching over the word in order to fulfill it. ദൈവം താങ്കൾക്ക് ഒരു വചനം തന്നിട്ടുണ്ടെങ്കിൽ ആ വചനത്തെ നിവർത്തിയാക്കുന്നിടം വരെ ദൈവം അതിനെ വാച്ച് ചെയ്യുന്നവനാണ്, ദൈവം അതിനെ നിരീക്ഷിക്കുന്നവനാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ മറന്നു കളയുന്നവനല്ല ദൈവം. യോസേഫിനെ അപ്പൻ മറന്നു കളഞ്ഞു, അവൻ മരിച്ചവനായി മറന്നു കളഞ്ഞിട്ടും ഒരു വചനം കൊടുത്ത ദൈവം മറക്കുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് സ്തെഫാനോസ് പറഞ്ഞത്, yet God was with him. ഗോത്രവാക്കന്മാർ അവനെ അസൂയപ്പെട്ട് അടിമയായിട്ട് വിട്ടിട്ടും ദൈവം അവന്റെ കൂടെ ഇരുന്ന് അവനെ ആ വചനത്തിന്റെ നിവൃത്തിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് രാത്രികാലം എന്തെല്ലാം പാൻഡമിക് സീസണിൽ കൂടെയാണ് ഞാനും നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും നെഞ്ചത്ത് കൈവച്ചു പറ, ഇന്ന് രാത്രികാലം എന്റെ കർത്താവേ, നീ എന്നോട് വചനത്തിന്റെ വാഗ്ദത്തം തന്നത് ഒരു ക്രൈസിസ് കണ്ടിട്ട് തന്നെയാണല്ലോ, ഒരു പ്രതിസന്ധി വരുമെന്ന് കണ്ടിട്ട് തന്നെയാണല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ ഞാൻ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുമെന്നുള്ള വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. I believe that your word will be fulfilled in my life. നിന്റെ വചനം എന്റെ ജീവിതത്തിൽ നിറവേറിയിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു. നമ്മുടെ വിഷയം മാറിപ്പോകണ്ട. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ എന്താണ്? ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വലിയൊരു ജാതിയാക്കും. ഈ അനുഗ്രഹമാണ് ദൈവസഭയ്ക്ക് നൽകിയിരുന്നത്. അതുകൊണ്ടാണ് എന്തെല്ലാം പ്രതിസന്ധി വന്നിട്ടും ആമേൻ ആമേൻ. നിങ്ങൾ ഓർത്ത് വെക്കണം, ദൈവസഭ ഇന്നും വളരുകയാണ്. ഈ പ്രതിസന്ധിയുടെ നടുവിലും ബിസിനസ്സുകൾ തകർന്നിട്ടും വലിയ വലിയ ബിസിനസ്സുകാർ ആത്മഹത്യ ചെയ്തിട്ടും നിങ്ങൾ കണ്ടോ, ഒരു ദൈവദാസൻ പോലും നിരാശപ്പെട്ട് ശുശ്രൂഷ വിട്ടുപോയിട്ടില്ല. ആമേൻ. ഇപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് തൃശ്ശൂർ ഒരു ദൈവദാസനെ വിളിച്ചു. ശ്വാസം മുട്ടലായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലാണ്, വലിയ പ്രതിസന്ധിയാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ആ ഓക്സിജന്റെ കിട്ടാതെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയും, യെസ്, ഞാൻ ആ ദൈവവാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നു. അർത്ഥം എന്നാണെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ, ദൈവം തന്റെ വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തത് അതുകൊണ്ടാണ്. അത് അബ്രഹാമിനും യഹൂദന്മാർക്കും വേണ്ടി മാത്രമല്ല. അബ്രഹാമിന്റെ അവസാനം എന്താ പറഞ്ഞേ? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും ഷിനോജും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. All nations will be blessed in you. നിന്റെ അകത്ത്. ആമേൻ. അപ്പോൾ അന്ന് അബ്രഹാം ആമേൻ ഇറങ്ങി തിരിഞ്ഞപ്പോൾ അബ്രഹാമിന് പോലും അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ അകത്ത് ഞാൻ ഉണ്ടായിരുന്നു, നിങ്ങളുണ്ടായിരുന്നു. അവൻ പ്രാപിക്കുന്ന അനുഗ്രഹം എന്റെ മേലും വെളിപ്പെടുമായിരുന്നു. എത്ര പേർക്ക് വാ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയും? രാത്രികാലം ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. കർത്താവേ, ഇന്ന് രാത്രികാലം ഞാൻ വിശ്വസിക്കുന്നു എന്റെ മേലുള്ള ദൈവ പ്രവൃത്തി സംഭവിക്കും. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചേ രാത്രികാലം ഒരു ആത്മനിയോഗത്തോടെ ഞാൻ പറയാം. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു വലിയൊരു ജാതിയാണ്. ആ അനുഗ്രഹമാണ് ദൈവസഭയ്ക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഈ സഭയുടെ മുന്നോട്ടുള്ള യാത്രയെ നശിപ്പിക്കുവാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ച വ്യക്തിയാണ് പൗലോസ്. സഭയുടെ പ്രവൃത്തിക്ക് വിഘ്നമുണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് പൗലോസ്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 30 ഒരു വാക്യമുണ്ട്. പൗലോസ് താൻ വാടകയ്ക്കെടുത്ത വീട്ടിൽ
ദൈവരാജ്യം വിഘ്നം കൂടാതെ പ്രസംഗിച്ചു. അപ്പോൾ വിഘ്നം വരുത്താൻ നോക്കിയവനെ പിടിച്ച് ദൈവവചനത്തെ വിഘ്നം കൂടാതെ പ്രസംഗിക്കാൻ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അബ്രഹാമിന്റെ അനുഗ്രഹം ചില കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഇന്ന് രാത്രികാലം ചില തലമുറകളുടെ മേൽ വെളിപ്പെടട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ നിങ്ങളോട് ദൈവം ഇടപെടുന്നെങ്കിൽ മാത്രമേ പ്രതികരിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് രാത്രികാലം ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഷിനോജ് എന്ന് പറയുന്ന ഒരു പ്രാസംഗികന്റെ പ്രസംഗമല്ല നിങ്ങൾ കേൾക്കുന്നത്. എന്നോട് ഇന്ന് രാത്രികാലം വാട്ട് ഗോഡ് വാണ്ട്സ് ടു സ്പീക്ക് ടു മീ, എന്നോട് സംസാരിക്കാൻ ഞാൻ ഒതുങ്ങിപ്പോയ ചില മേഖലകൾ ദൈവാത്മാവ് ചിലരെ എന്നെ കാണിക്കുന്നു. ഒതുങ്ങിപ്പോയ ചില മേഖലകളിൽ ഈ വചനം വെളിപ്പെടട്ടെ. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ. എന്റെ മനസ്സിൽ ഒരു ചിന്തയാ, ഒരു റെവലേഷൻ പറയാം. ഈ യോസേഫ് കാരാഗ്രഹത്തിൽ ആയിരുന്നപ്പോൾ അവിടെ ഇങ്ങനെയാ പറഞ്ഞത്. കാരാഗ്രഹ പ്രമാണി നോക്കിയപ്പോൾ യോസേഫ് ഒരു മൂലയിൽ ഇരുന്ന് ഇങ്ങനെ കരയുന്നു. അങ്ങനെയാണോ കണ്ടേ? അല്ല. കാരാഗ്രഹ പ്രമാണി നോക്കിയപ്പോൾ യോസേഫ് പല കാര്യങ്ങളും ചെയ്യുന്നു. അവൻ ചെയ്യുന്നതൊക്കെയും ദൈവം സഫലമാക്കുന്നു. അപ്പോൾ ഒരു കാരാഗ്രഹത്തിന്റെ അകത്തും നിന്നെ ചലിപ്പിക്കാൻ ഒരു വചനത്തിന് കഴിയും. ഇത് മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രതിസന്ധിയുടെ നടുവിലും നിന്റെ ശുശ്രൂഷയെ ചലിപ്പിക്കുവാൻ ഒരു ദൈവവചനത്തിന് കഴിയും. ഈ പ്രയാസങ്ങളുടെ നടുവിലും നിന്റെ ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥകൾക്കടലും സാമ്പത്തികമായ പ്രതിസന്ധികളുടെ നടുവിലും നിന്റെ അകത്ത് ചലിപ്പിക്കുവാൻ, നിന്റെ ഉള്ളത്തെ കത്തിക്കുവാൻ ഒരു ദൈവവചനത്തിന്റെ വാഗ്ദത്തത്തിന് കഴിയും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുക ദൈവമക്കളെ. മടങ്ങി വരാം. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം എനിക്കിത് മുഴുവൻ തീർത്തീകരിക്കുന്ന പെട്ടെന്ന് പറഞ്ഞു പോകാം. എനിക്ക് തോന്നി ആരോ ഒരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും ഞാൻ പ്രസംഗിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വാക്യം വീണ്ടും ദൈവത്തിന്റെ മനസ്സിലേക്ക് വരുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വലിയൊരു ജാതിയാക്കും. അത് സഭയ്ക്ക് തന്നത് കൊണ്ടാണ് സഭ ഇന്നും വളരുന്നത്. മറന്നു പോകരുത്. സഭയ്ക്ക് ആമേൻ. സ്വത്രം. ആമേൻ. മടങ്ങി വരാം. അപ്പോൾ അവിടെ എന്തൊക്കെയാ പറഞ്ഞത്? രണ്ടാമത്തെ വാക്യം സ്വത്രം. അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കും. അടുത്ത വരും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. അയ്യോ, അതൊരു ഭയങ്കര അനുഗ്രഹം. ഞാൻ ഈ ആദ്യകാലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പം കർത്താവിന്റെ ദാസനെ ഈ പേര് വലുതാക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഭയങ്കര വിശ്വാസം ലോകം മുഴുവൻ അറിയപ്പെടുക എന്നാണ് എന്റെ വിശ്വാസം. സ്വത്രം. ലോകം മുഴുവൻ അറിയപ്പെടും. ഈ കൊട്ടാരക്കര വന്നിട്ട് നിങ്ങൾ ഷിനോജൻ ചോദിച്ചു, ആർക്കും അറിയത്തില്ല എന്നെ. ഇനി ചെങ്ങമ്മനാട് വന്ന ആകെ ആമസോണിന്റെ ഡെലിവറി ബോയ്ക്ക് മാത്രമേ എന്നെ അറിയുന്നുള്ളൂ. സത്യം പറഞ്ഞ സത്യം. കാരണം ഞാൻ അധികം സാധനം മേടിക്കുന്നു. നമുക്ക് ഈ അറിയപ്പെടാനാണ് ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ പല റവറന്റുമാർക്ക് ഇന്ന് അറിയപ്പെടാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് അവർക്ക് മാത്രം അറിയപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് അറിയപ്പെടാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചത്. ദൈവം ഇവിടെ പറഞ്ഞു, ഞാൻ നിന്റെ പേര് വലുതാക്കുന്ന വാക്കിന്റെ അർത്ഥം നീ MA PhD DTH എടുക്കുന്നല്ല. ഞങ്ങളുടെ ചർച്ചയിൽ പണ്ടിരിക്കുന്ന ദൈവാസം വന്നിട്ട് പറയാണ്, എനിക്ക് BD ഉണ്ട്, എനിക്ക് MDH ഉണ്ട്, എനിക്ക് DTH ഉണ്ട്. ഒരു കൊച്ചു മുമ്പിൽ നിന്ന് പറയാ, കൃപ മാത്രമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സ്വത്രം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവം നമ്മുടെ പേര് വലുതാക്കുന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ പേരിനോട് കൂടെ ഡിഗ്രി ആഡ് ചെയ്യുന്നതല്ല. അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ 2 ദിനവൃത്താന്തം 7:14 വായിക്കണം. എന്റെ നാമം വിളിക്കപ്പെടുന്ന എന്റെ ജനം. സോ വി ആർ കോൾഡ് ബൈ ഹിസ് നെയിം. എന്നെ ദൈവം വിളിച്ചത് എന്റെ പേര് വലുതാക്കാനല്ല, എന്നിലൂടെ ദൈവത്തിന്റെ പേര് വലുതാക്കാനാണ്. സ്വത്രം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? സ്വത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിലൂടെ ദൈവത്തിന്റെ പേര്. അതുകൊണ്ടല്ലേ ശലോമോനോട് എന്താ പറഞ്ഞേ? എന്റെ നാമം വിളിക്കപ്പെടുന്ന എന്റെ ജനം. അപ്പൊ എന്റെ പേര് വിളിക്കപ്പെടുന്ന ഏത് നാമമാണ്? ദൈവത്തിന്റെ നാമമാണ്. അപ്പോൾ നിന്റെ പേര് വലുതാക്കുന്ന വാക്കിന്റെ അർത്ഥം എന്നിലൂടെ ദൈവത്തിന്റെ നാമം വലുതാക്കപ്പെടും. ഞാൻ ഏത് ദേശത്തായിരുന്നാലും, ഒരു ദൂത് പറയാം, ഞാൻ ഏത് ദേശത്തായിരുന്നാലും, ഞാൻ ഏത് മേഖലയിലായിരുന്നാലും, people will know my God through my life and action. എന്റെ ജീവിതത്തിലൂടെ, എന്റെ പ്രവൃത്തിയിലൂടെ ജനങ്ങൾ എന്റെ ദൈവത്തെ അറിയും. അപ്പോൾ എന്റെ പേര് വലുതാക്കുന്ന വാക്കിന്റെ അർത്ഥം അതിന് ഭയങ്കര അനുഗ്രഹമാണ്. ദൈവം അബ്രഹാം പറയാണ്, ഞാൻ മൂലം അറിയപ്പെടും. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് തെളിവ് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവോ? ഈ യോസേഫിന്റെ കാര്യം പിന്നെയും വരുന്നു. ഇതിനകത്ത് ഏതോ യോസേഫന്മാരുണ്ടല്ലോ. അപ്പോൾ ഈ നോക്കിയേ, യോസേഫ് ഫറവോന്റെ മുമ്പിൽ നിന്നപ്പോൾ ഫറവോനോട് സ്വപ്നമെല്ലാം വിവരിച്ചപ്പം ഈ ഫറവോൻ യോസേഫിനെ കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ദൈവാത്മാവുള്ള ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ ദേശത്ത് കണ്ടുകിട്ടുമോ? Can we find a man like him who is having a divine spirit? നിങ്ങൾ ആ വാക്യം ഒന്ന് എടുത്തെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചോണം. ഭയങ്കര എനിക്കിഷ്ടമുള്ളൊരു വാക്യാണ്. 41-ാം അധ്യായം 38-ാമത്തെ വാക്യം എഴുതി വെച്ചാൽ മതി, സമയമില്ല വായിക്കാൻ. ദൈവാത്മാവുള്ള ഇങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് കണ്ടുകിട്ടും. അതിന്റെ അർത്ഥം എന്നറിയോ? യോസേഫ് സത്യത്തിൽ അവിടെ യോസേഫിന്റെ പേരല്ല വെളിപ്പെടുത്തുന്നത്.
ശ്രദ്ധിക്കണമേ, ദൈവാത്മാവ് സംസാരിക്കുന്നു. യോസേഫ് അവിടെ ദൈവത്തിന്റെ പേരാണ് വെളിപ്പെടുത്തുന്നത്. യോസേഫ് പറഞ്ഞൊരു കാര്യമില്ലേ, നിങ്ങൾ നോക്കിയ ദാനിയേൽ ആരുടെ പേരാണ് വെളിപ്പെടുത്തിയത്? നീ ഇടവിടാതെ സേവിക്കുന്ന നിന്റെ ദൈവം, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. അപ്പൊ നമ്മൾ ആരുടെ പേരാണ് നമ്മൾ വലുതാക്കുന്നത്? നമ്മുടെ ദൈവത്തിന്റെ പേര്. നിങ്ങൾക്കറിയാമോ? സ്വത്രം, ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കാമോ? ക്ലിയർ. ഓക്കെ, നിങ്ങളുടെ ഓക്കെ. അപ്പൊ നോക്കണം, ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു അറിയപ്പെടുന്നവനാകണം. കാരണം ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ എന്നെ ഒത്തിരി നിന്ദിച്ചതാണ് എന്റെ പല മേഖല. ഞാൻ ഒന്നും തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പലരും പറയാറുണ്ടായിരുന്നു, എന്റെ സഹോദരങ്ങളൊക്കെ പറയാറുണ്ട്, നീ ഇങ്ങനെ ഒരു വെള്ള ഷർട്ടും ഇട്ട് തലയിൽ എണ്ണയും തേച്ച് ഒരു ഓലവാച്ചും കെട്ടി അവസാനം കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് വരുമെന്ന് പറയാറ്. അപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമല്ല, കർത്താവേ അവരുടെ മുമ്പിൽ കൂടെ ഒരു ഇന്നോവ കാറൊക്കെ ഓടിച്ച്, സ്തോത്രം അല്ലേ, സ്തോത്രം, അവരുടെ മുമ്പിൽ കൂടെ നല്ല ഒരു തല ഉയർത്തി നടക്കണം, ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തണം എന്ന് പറയും. പക്ഷെ ഒരു 2 വർഷം മുമ്പ് പ്രാർത്ഥനയിൽ ഇത്ര നാൾ കഴിഞ്ഞ് ദൈവത്തിന് ചിലപ്പോൾ നമ്മുടെ വിഡ്ഢിത്തരൊക്കെ ദൈവം ക്ഷമിക്കും. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ വെളിപ്പെടുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്, എന്നെ വെളിപ്പെടുത്താനാണ്. നീ അവരുടെ മുമ്പിൽ നീ നല്ലവനായിട്ട് നടക്കാനല്ല നിന്നെ വിളിച്ചത്, നീ അവരുടെ മുമ്പിൽ എന്നെ പോലെ നടക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചെന്ന് പറഞ്ഞു. സന്തോഷമുണ്ടോ കേൾക്കാൻ? സ്വന്തം. അപ്പൊ രാത്രി മടങ്ങി വരാം. ദൂതുകൾ ഇങ്ങനെ പോയാൽ 9 മണി 9:10 മടങ്ങി വരട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഭാഗത്ത് അബ്രഹാമോട് പറഞ്ഞു, ഞാൻ നിന്റെ പേര് വലുതാക്കും. നിന്റെ പേര് വലുതാക്കും എന്ന വാക്കിനർത്ഥം നിങ്ങൾക്കറിയാം, നമ്മുടെയിലൂടെ ദൈവം വെളിപ്പെടുകയാണ്. അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. അതാണ് നമ്മുടെ പേര്, നമ്മളിലൂടെ കർത്താവ് വെളിപ്പെട്ടാൽ പിന്നെ അടുത്ത വാക്യം എന്താ? നമ്മളൊരു അനുഗ്രഹമായി. ഇത് നിങ്ങൾ കാണേണ്ടത് ഇന്നത്തെ സഭയുമായിട്ടാണ്. സഭയുടെ പേര് ദൈവം വെളിപ്പെടുത്തുന്നു. സഭയിലൂടെയാണ് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു. ഹേരോദാവ് ദൈവസഭയെ തൊട്ടപ്പോൾ ദൈവം വെളിപ്പെടുത്തുകയാണ്, ഇല്ല, നിനക്ക് ഒരുപക്ഷെ ദൈവഹിതപ്രകാരം ഒരുവന്റെ ജീവൻ എടുക്കാൻ കഴിഞ്ഞാലും ദൈവഹിതപ്രകാരം വാക്തത്വമുള്ളവനെ തൊടുവാൻ നിനക്ക് കഴിയത്തില്ല. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. എന്റെ നാമം അതുകൊണ്ടല്ലേ സഭ പ്രാർത്ഥിച്ചപ്പോഴാണ് പത്രോസ് പുറത്തു വന്നത്. അതിനൊരു വെളിപ്പാട് പറയാം. സുവിശേഷത്തിന്റെ വ്യാപ്തി നിശ്ചയിക്കുന്ന സഭയുടെ പ്രാർത്ഥനയാണ്. കർത്താദാസൻ പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം. നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് പ്രാർത്ഥിച്ചു വിടുകയല്ല. സോ അവർ പ്രയർ ഡിറ്റർമൈൻസ് ദ പ്രോഗ്രസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ മുന്നേറ്റത്തെ തീരുമാനിക്കുന്നത് ദൈവസഭയുടെ ഫെർവന്റ് പ്രയർ. എന്താ മലയാളത്തിൽ പറഞ്ഞാൽ തീവ്രമായ പ്രാർത്ഥന, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. അത് മറന്നു പോകരുത് മക്കളെ. ഇനി മടങ്ങി വരാം. അപ്പോൾ നീ ഒരു അനുഗ്രഹമായിരിക്കും, സഭ ഒരു അനുഗ്രഹമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം അത് തെളിയിക്കും. അടുത്ത വാക്യം പറഞ്ഞ അനുഗ്രഹങ്ങളെ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അടുത്ത വാക്യം പറഞ്ഞ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. എഴുതി വെച്ചോണം. സ്വത്രം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അത് രാത്രികാലം ചില ജാതീയ മേഖലകളിൽ നമ്മൾ കടന്നു വന്നവരുണ്ട്. നമ്മളെല്ലാം ആ ജാതീയ മേഖലയിൽ നിന്ന് വന്നവരാണ്. നമ്മളൊന്നും യഹൂദന്മാരല്ല. എന്നാൽ ഈ മേഖലയിൽ നമ്മൾ വന്നപ്പോൾ നമ്മളെ ഈ മേഖലയിൽ നിന്ദിക്കുന്ന ഒത്തിരി പേരുണ്ട്, വേദനിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിന്റെ നടുവില് നമ്മളെ ഒത്തിരി ശാപങ്ങൾ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. എന്നോട് അത് ഒരു നിയോഗത്തിൽ പറയാം, ശാപങ്ങൾ കടന്നു വരും. അപ്പോൾ എന്നോട് പലരും ചോദിക്കും, ഈ ശാപങ്ങൾ നമ്മൾ കേൾക്കുമോ? ഇല്ല. നീ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അംഗമായതുകൊണ്ട് നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അർത്ഥം ഇത്രേ ഉള്ളൂ, അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ. ഓക്കെ, ഞാനൊരു പറയും. പക്ഷെ അടുത്ത വാക്യം നോക്കി, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഒരു ദൂത് അതിനകത്ത് പറയാനുണ്ട്. ബിലിയാം ദൈവമക്കളെ അല്ലെങ്കിൽ യഹൂദ ജനത്തെ ശപിക്കുവാൻ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? ശപിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ അനുഗ്രഹമായി തീരാൻ കാരണം ഈ വാക്തത്വം കിടക്കുന്നത് കൊണ്ടാണ്. സന്തോഷമുണ്ടോ? ശപിക്കാൻ വന്നവൻ അനുഗ്രഹിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? അവന്റെ മനസ്സ് മാറിയത് കൊണ്ടല്ല. നമ്മൾക്ക് നേരെ ഒരു വ്യക്തി ഒരു വാക്ക് പറയണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. നിങ്ങൾക്കറിയാമോ, കർത്താവിന്റെ ദാസന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അറിയാം. ഒരു 2 വർഷം മുമ്പ് ഞങ്ങൾക്ക് പാല് തരുന്ന ഒരു ആന്റി പറയുമായിരുന്നു, അവരെന്നും 5:30 5:45 പാല് വരാൻ പോകുമ്പോൾ നിങ്ങളുടെ വീടിന്റെ മോളിൽ നിന്ന് ആ അമ്മാമ അവരെ എന്നും നിങ്ങളെ ശപിക്കുന്ന ഞങ്ങൾക്ക് കേൾക്കാം. ഇവൻ പിന്നെ പറയുന്ന വാക്കുകൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവൻ ഇങ്ങനെ ആകണേ, ഇവന്റെ മക്കൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ ഇത് പിന്നീടാണ് ഇവർ ഞങ്ങളോട് വിഷമം കൊണ്ട് പറഞ്ഞിട്ടില്ല, ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല. ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ഓർമ്മയില്ല, സർവേ വന്നപ്പോ, പല സർവേ ആണെന്ന് ഓർമ്മയില്ല. അപ്പോൾ സർവേ വന്നപ്പം എന്നോട് ഈ സർവേക്ക് ഇവർക്ക് സ്ഥലം കിട്ടുന്നില്ലെന്ന് മനസ്സിലപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഈ മണ്ണ് വാരിയെ കയ്യിലെടുത്തിട്ട് എന്റെ മേൽ എറിഞ്ഞിട്ട് പറഞ്ഞു, നീ 3 മാസത്തേക്ക് ഇവിടെ താമസിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിച്ചു. അപ്പോൾ എന്റെ കൂടെ ഇപ്പുറത്തിരുന്ന ഞങ്ങളുടെ അയലോക്കത്തുള്ള ഒരു സ്നേഹിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. അതൊരു ദൂതാണ്. എല്ലാവരും നമുക്ക് നേരെ നിൽക്കുമ്പോഴും ഒരു പുബ്ലിയോസിനെ ദൈവം കരുതും കർത്താരദാസൻ. ഏത് മെലിത്ത ദ്വീപിലും കൊലപാതകൻ എന്ന് വിളിക്കുന്ന ആൾക്കാർ കാണും, പക്ഷെ അതിന് നടുവിലും ഒരു പുബ്ലിയോസിനെ ദൈവം കർത്താവിന്റെ ദാസന് വേണ്ടി കരുതും. ആമേൻ, സ്തോത്രം. ഓക്കെ, സ്തോത്രം. ഒരു വലിയ ഫ്രീഡം വരുന്നു ദൈവം സംസാരിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ 3 പേരെ ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് കാരണം എന്റെ ഫോണിലാണ്, ഞാൻ ലാപ്ടോപ്പിലാണ് നിങ്ങളെല്ലാം കണ്ടേനെ. അതുകൊണ്ട് നിങ്ങൾ ഈ 3 പേരെ പ്രത്യേകിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന് റെജി ജോർജ് ബ്രദറാണ്, പോൾ ഗോപാലകൃഷ്ണനാണ്, പിന്നെ കർത്താരദാസനാണ്. വേറെ ആരും ഞാൻ കാണാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഞാൻ ലാപ്ടോപ്പിൽ സംസാരിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർത്തോണം. അപ്പോ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ചിലരെ നമുക്ക് വേണ്ടി കരുതും. എല്ലാരും ഉപേക്ഷിച്ചാലും ഒരു ഫിലിപ്പിയ സഭ നമുക്ക് വേണ്ടി ധർമ്മശേഖരം അയച്ചു തരും. ദൈവത്തിന്റെ പ്രവർത്തികൾ അതുപോലെയാണ്. ദൈവം എല്ലാവരും നമുക്കെതിരെ ആകുമ്പോഴും ദൈവം ചിലരെ നമുക്ക് വേണ്ടി കരുതും. സ്തോത്രം. അപ്പോൾ ആ ഭാഗം ഞാനങ്ങ് വിടുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ അത് വെക്കണമേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ 1 മണിക്കൂർ പ്രസംഗിക്കുന്നതല്ല കാര്യം. ഈ 1 മണിക്കൂർ നിങ്ങളെ 100 മണിക്കൂർ ചിന്തിപ്പിക്കണം. അതാണ് ദൈവവചനത്തിന്റെ ശക്തി. അത് നിങ്ങൾ ചിന്തിക്കണം. മടങ്ങി വരാം. അപ്പോൾ ഇവിടെ നോക്കണം, ഈ പൗലോസ് അപ്പോ ഇവരെ ഇങ്ങനെ ഞങ്ങൾക്ക് നേരെ പാസ്റ്ററെ അവര് മണ്ണ് വാരി ശപിക്കുന്ന കണ്ടില്ലേ, അത് ഭയങ്കര ശാപമാ. അങ്ങനെ ശപിച്ചാൽ പിന്നെ പാസ്റ്റർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിച്ചു. എനിക്കത്ര ചിരിക്കാനേ തോന്നിയുള്ളൂ. സ്തോത്രം. ഈ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്നൊക്കെ വായിക്കുന്നത് പോലെ. അപ്പോ 2-ാം സങ്കീർത്തനത്തിലാണ്. അപ്പം നിങ്ങൾക്കറിയാമോ, ഇത് ഞാൻ പെട്ടെന്ന് എനിക്ക് മധ്യപ്രദേശിൽ ഇൻഡോറിൽ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ഞാൻ പണ്ട് ന്യൂ ലൈഫിൽ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ഈ സ്റ്റുഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, എന്നെ ഒരു മണ്ണ് വാരി ഒരു സഹോദരി ഇങ്ങനെ ശപിച്ചു, പക്ഷെ നീ പ്രാർത്ഥിച്ചു. അപ്പൊ ഇവൻ ഒരൊറ്റ ചിരി. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ചിരിക്കുന്നത്? പാസ്റ്റർ ആണെങ്കിലും എന്റെ സ്റ്റുഡന്റ് ആയാലും ഞാൻ അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട്, നീ എന്തിനാണ് ചിരിക്കുന്നത്? സാറ് രക്ഷപ്പെട്ട് സാറേ എന്ന് പറഞ്ഞു. ഇപ്പൊ റെജി ജോർജ് പറഞ്ഞ ഇച്ചിരി സന്തോഷമായി. ഞാൻ ചോദിച്ചു, എന്തുവാണ് സാറ് രക്ഷപ്പെട്ടെന്ന്? സാറെ പണ്ട് ഇതുപോലെ ഒരുത്തനെ മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് അവൻ സിംഹാസനത്തിൽ പോയിരുന്നായിരുന്നു. മനസ്സിലായില്ല? പണ്ട് ഇതുപോലെ ഒരു പുള്ളിയെ മണ്ണ് വാരി ഇറച്ചത് കൊണ്ടാണ് അവൻ സിംഹാസനത്തിലേക്ക് നേരെ പോയി. ഈ കുണ്ടറായിലെ ഒരു പാസ്റ്റർ കഴിഞ്ഞ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, എല്ലാവരും പുറകിൽ നിന്ന് അങ്ങ് കുത്തുവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ രക്ഷപ്പെട്ടു, പുറകിൽ നിന്ന് കുത്തിയാൽ മുമ്പോട്ട് പോകാൻ പറ്റൂല അല്ലെ? സ്വത്രം. മുമ്പിൽ നിന്ന് കുത്തിയാലേ പുറകോട്ട് പോകുന്നത്. അപ്പൊ പുറകിൽ നിന്ന് കുത്തുന്ന നല്ല അനുഗ്രഹമാണ്. നമ്മുടെ ശുശ്രൂഷ ഭയങ്കര വിടുതലാണ്. അപ്പൊ മടങ്ങി വരാം. അപ്പോൾ ഈ നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുന്ന വാക്കിനകത്ത് ആ ശാപങ്ങൾ നമ്മൾ കേൾക്കത്തില്ല. ആചാരം വ്യാക്കോര് വലിക്കുന്ന ഒത്തിരി ഭാഗങ്ങളുണ്ടെങ്കിലും ഈ അനുഗ്രഹം നമുക്ക് ഇന്ന് തന്നിരിക്കുക. അത് അബ്രഹാമിന് കൊടുത്താലേ എന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടെ പൗലോസ് പറയുകയാണ്, ഫലപ്രദമായ വേരിന് നമ്മൾ പങ്കാളികളായി തീർന്നു. എന്നിട്ട് ഗലാത്യയിലേന്തി പറയുകയാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നമ്മളെ ഒരാൾ ശപിച്ചാൽ അതുകൊണ്ടാണ് അതിന്റെ ഒരു അർത്ഥം ദൈവാത്മാവ് എന്നോട് പറയുന്നു. ഞാൻ ഈ ദൈവാത്മാവ് പറയാൻ കാരണം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതെന്റെ ഞാൻ ദൈവം പറയുന്നുണ്ടെന്ന് പറയുന്നത്. ഈ സഭയ്ക്ക് നേരെ ഹേരോദാവ് കൈ നീട്ടിയപ്പോൾ ഈ കയ്യെയാണ് ദൂതൻ തൊട്ടത്. സ്വത്രം സ്വത്രം. നിങ്ങൾക്ക് എന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്. ഈ സഭയോട് ഒരു ദൂത് അതാ കിടക്കുന്നേ, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അതിന്റെ അർത്ഥം നിന്റെ നേരെ ഒരുവൻ കൈ നീട്ടിയാൽ അവന്റെ കയ്യെ ഞാൻ കൊടുക്കും. നിനക്ക് നേരെ ഒരു കൈ ഉയർത്തിയാൽ നിങ്ങൾ ചോദ്യം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്തേഫാനോസിന് നേരെ കല്ലെറിഞ്ഞിട്ട് ദൈവം എന്നെ ചോദിക്കാനേ? നിങ്ങൾ അവിടെ എന്താ കണ്ടത്? സ്തേഫാനോസ് പറയുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവമഹത്വത്തിന്റെ ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നു. അവിടെ യേശു നിൽക്കുന്നത് അവിടെ ഒരു പ്രവൃത്തി ഉള്ളത് കൊണ്ടല്ലേ? അതെ. എന്തായിരുന്നു പ്രവൃത്തി? ഒന്നും നടന്നില്ല പാസ്റ്ററെ, അവനെ കല്ലെറിഞ്ഞു കൊന്നു. ഇല്ല, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, നിനക്കത് സമ്മതമായത് എന്റെ പ്ലാനാ.
നിങ്ങൾക്കറിയാമോ, അടുത്തത് പിന്നെ നമ്മൾ കാണുന്നത് ഈ കൊല ചെയ്തവനെ കൊണ്ട് അവൻ ദൈവസഭയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. ഇതാണ് നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ. എവിടെയെങ്കിലും സഭയ്ക്ക് ഒരു പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും സഭ അടച്ചിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും സഭയുടെ മുന്നേറ്റത്തെ ശത്രു തടഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇരട്ട ശക്തിയോടെ സഭ മുന്നോട്ട് ചലിച്ചതേ ദൈവസഭയുടെ ചരിത്രത്തിലുള്ളൂ. ആമേൻ. അത് നമ്മുടെ ചരിത്രം. കാരണം നമ്മൾ അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്, അല്ലേ? സ്തോത്രം. ഇനി മടങ്ങി വരാം. അപ്പോൾ അവിടെ പറയുകയാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. എന്നിട്ട് നിന്നിൽ ഭൂമിയിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്നാല് ഞാന് ഇതെല്ലാം എന്റെ ജീവിതാനുഭവത്തിൽ നിന്നാ പറയുന്നത്. സ്തോത്രം. അപ്പോ ഈ ഒരു 5 മാസം മുമ്പ് ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ദേവദാസനുണ്ട് ഞങ്ങളുടെ ഈ കൊട്ടാരക്കരയിൽ, സന്തോഷ് പാസ്റ്റർ. അദ്ദേഹം നല്ലൊരു അഭിഷിക്തനാണ്, മലങ്കര ചച്ചപ്പൂരിലെ പാസ്റ്ററാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലപ്പോ എന്നോട് പറയും, പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലോട്ട് വരണേ, നീ ഞങ്ങളുടെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈ സഹോദരി വീണ്ടും ഇവിടുന്ന് ഞങ്ങളുടെ നേരെ നിലവിളിക്കുകയാണ്, ശബ്ദം ഉണ്ടാക്കുക. അപ്പൊ സന്തോഷ് പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ എന്നോട് കാണിച്ചു, മിണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അറിയാതെ പറഞ്ഞു, എന്റെ അറിയില്ലായ്മ കൊണ്ട് ഒരു പാസ്റ്ററെ കണ്ടോ, ഇതാ ഞങ്ങൾ എന്നും അനുഭവിക്കുന്നത്. അപ്പൊ സന്തോഷ് പാസ്റ്റർ ഇങ്ങനെ എന്നോട് കാണിച്ചു. എന്നിട്ട് അകത്ത് വന്ന് ഈ മനുഷ്യനൊരു പ്രാർത്ഥന. അദ്ദേഹം പറയാണ്, അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം നിന്റെ സന്തതി ശത്രു പട്ടണങ്ങളെ കൈവശമാണ്. വാ, ദൂത് മനസ്സിലായെങ്കിലൊന്ന് പ്രതികരിച്ച് അതിനോട്. അബ്രഹാമിന് കൊടുത്ത ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ തയ്യാറായപ്പോൾ അവിടുന്ന് അനുഗ്രഹം പറഞ്ഞു കണ്ടോ, ആമേൻ, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഐ വിൽ ബ്ലെസ് റിച്ച്ലി. അതാ പൗലോസ് ഇവിടെയും പറയുന്നത്, ഞാൻ നിന്നെ നിറവോടെ അനുഗ്രഹിക്കും. എന്താ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ഐശ്വര്യം എന്ന വാക്കിന് റിച്ചസ് എന്നാണ് അനുഗ്രഹം. മലയാളത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ഐശ്വര്യം എന്ന് പറയുമ്പോൾ ഐ വിൽ ബ്ലെസ് യു റിച്ച്ലി എന്നാണ്. റിച്ച് എന്ന വാക്കിന് അവിടെ ഉദ്ദേശിക്കുന്നത് ഫുൾ എന്നാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഫുള്ളാണ്. ആ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടുന്ന ദൈവമാണ്. ഓർത്തോണം, ദൈവം ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ വ്യക്തികൾ പറയും, നിന്റെ കൂടെ ദൈവം സ്പഷ്ടമായിട്ടുണ്ട്. ദൈവം താങ്കളെ അനുഗ്രഹിക്കുമ്പോൾ താങ്കളുടെ അനുഗ്രഹത്തിനകത്ത് വെളിപ്പെടുന്നത് കള്ളപ്പണമല്ല, അതിനകത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ നിറവാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ തള്ളിക്കളഞ്ഞവൻ മടങ്ങി വന്നിട്ട് ഇസഹാക്കിനോട് പറയുകയാണ്, റെജി ജോർജ് ബ്രദറെ, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായിട്ട് കണ്ടു. ഇന്ന് രാത്രികാലം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പ്രസംഗിച്ചു പറയുകയല്ല, അത് ആവേശത്തോടെ പറയുകയല്ല, ദൈവം വെളിപ്പെടുത്തും. ശുശ്രൂഷ കഴിയുമ്പോൾ ആ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ സ്തോത്രം പറഞ്ഞില്ലേലും അദ്ദേഹത്തിന്റെ ശുശ്രൂഷക്കകത്ത് ദൈവമുണ്ട്, അദ്ദേഹത്തിന്റെ കണ്ണുനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം വെളിപ്പെടുന്ന ദിവസങ്ങളായി തീരട്ടെ. ഐ വിൽ ബ്ലെസ് യു റിച്ച്ലി. ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. ഞങ്ങളുടെ ചർച്ചയിൽ പണ്ടൊരു കുടുംബം വരുമായിരുന്നു, കിഴക്കേത്തെരുവ് എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും. ഇവരെ വീട്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, ഒരു വീട്ടിൽ ചെന്നാൽ നമുക്കൊരു ഐശ്വര്യം തോന്നുന്നില്ല. അവരിങ്ങനെയല്ല. ഞങ്ങളുടെ ചർച്ചയിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നീട് ഇവരെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ആ സഭയെ പള്ളിയിൽ പോകാൻ തുടങ്ങിയ പിന്നെ നിങ്ങളുടെ വീടിനകത്ത് ഒരു ഇതുണ്ട്, ഒരു നിറമുണ്ട്. അതിന്റെ അർത്ഥം എന്നറിയോ? ഒരു ഓർഡർ വരുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിനകത്ത്. അമ്മേ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർഡർ വരുന്നത് പൈസ വരുമ്പോഴല്ല, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോഴാണ്. ഒരു സിസ്റ്റം വരുന്നത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോഴാണ്. കാര്യങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ എല്ലാം ഉണ്ടെങ്കിലും ഒന്നും അങ്ങ് മുമ്പോട്ട് പോകുന്നില്ല. അപ്പോഴതാണ്ട് ബോംബെ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറയുന്നു, ഒന്നുമില്ലെങ്കിൽ കാര്യങ്ങൾ ഐശ്വര്യമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ പറയാണ് എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അടുത്ത അനുഗ്രഹം നോക്കിയേ, നിങ്ങൾക്ക് സന്തോഷമാണോ? എന്താണ്? നിന്റെ സന്തതി ശത്രു പട്ടണങ്ങളെ കൈവശമാക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് യുവർ ഡിസെൻഡന്റ് ഷാൽ പൊസസ് ദ ഗേറ്റ് ഓഫ് ദി എനിമീസ്. ശത്രുവിന്റെ എന്താണ്? അതിന്റെ ഗേറ്റുകളെ, വാതിലുകളെ നിന്റെ സന്തതി കൈവശമാക്കും. അതിന്റെ അർത്ഥം അവന്റെ നിയന്ത്രണം, ശത്രുവിന്റെ നിയന്ത്രണം നിന്റെ കയ്യിലായിരിക്കും. സന്തോഷം കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പം? സ്വോത്രം 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 സ്വോത്രം. ആമേൻ 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 ആമേൻ. അപ്പോൾ പൗലോസ് പറയാണ് ഈ ഫലപ്രദമായ പേര്. അപ്പോൾ പൗലോസ് ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്,
എന്തുകൊണ്ടാണ് ഈ യഹൂദന്മാര് അന്ന് യേശുവിനെ തിരസ്കരിക്കാൻ കാരണം നമ്മൾ ജാതികളായ നമ്മൾക്ക് ഈ രക്ഷ വരുവാൻ വേണ്ടിയാണ്. കാറ്റോലികമായ നമുക്ക് ഈ രക്ഷ വരുവാൻ വേണ്ടിയാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞു അവസാനം വരുമ്പോൾ ഇങ്ങനെയാണ്, എന്നിട്ട് പറയാണ് അവരെ ദൈവം തള്ളിക്കളഞ്ഞു. പക്ഷെ എന്നേക്കും തള്ളിക്കളഞ്ഞോ? ഇല്ല. അതിന് അവസാനത്തെ വാക്യം വായിച്ചു നോക്കിയേ നിങ്ങൾ. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 31, നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കാതിരിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. ചില ആൾക്കാർ എത്ര പറഞ്ഞാലും സഭയിൽ അനുസരിക്കാത്തതിന്റെ കാരണം ഇതാണ്. ദൈവം എല്ലാവരോടും കരുണ കാണിക്കേണ്ടതിന് എല്ലാവരെയും മത്സരക്കേറിൽ അടച്ചു കളഞ്ഞു. ഞാൻ ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് ശുശ്രൂഷിക്കാൻ എന്നെ ദൈവം സഹായിച്ചതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിന് മനുഷ്യന്റെ ചരിത്രത്തിന്റെ മേൽ സർവാധിപത്യമുണ്ട്. ദൈവത്തിന് അവൻ്റെതായ പദ്ധതികളുണ്ട്. ഇത് പൗലോസ് തിരിച്ചറിഞ്ഞിട്ട് പൗലോസ് പറയാണ്. ഇനി അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ. ദൈവത്തിന്റെ ധനം, ഞാൻ, അറിവ് എന്നിവയുടെ ആഴം. ഞാൻ ഇനി എങ്ങനെ മുമ്പോട്ട് പോകുന്ന എനിക്കറിയത്തില്ല, നിങ്ങളോട് ഇനി ശ്രദ്ധിച്ചോണം. പൗലോസ് പറയും ഇങ്ങനെ. ഇതിന് ഒരു ദേവദാസൻ ഇതിനെ കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാ. ഒരു പൗലോസ് ഒരു വലിയ മലയുടെ മുകളിൽ കയറുക. ഈ ഇസ്രായേലിലെയും ജാതികളുടെയും ചരിത്രം എല്ലാം പഠിച്ച് ഈ മുകളിൽ മൗണ്ടൻ ടോപ്പിന്റെ മുകളിൽ ചെന്നിട്ട് പൗലോസ് തിരിഞ്ഞു നോക്കിയിട്ട് പറയാ, ഹോ, ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ ജ്ഞാനം, ഓ, ഇത് പറഞ്ഞ് അത്ഭുതപ്പെടുകയാണ്. ഇനി നമ്മൾ ആ ഭാഗമാണ്. അപ്പോൾ ദൈവത്തിന്റെ ധനം, ഇതിനോട് ചേർന്ന് പഠിക്കേണ്ട ഒരു വാക്യം നിങ്ങളുടെ എല്ലാം ബലത്തിനായിട്ട് ഞാൻ പറയാം. ഇതൊരു ബൈബിൾ സ്റ്റഡി പോലെ പ്രസംഗിക്കുന്നതും അനുഗ്രഹമാണ്. കാരണം ഈ ബൈബിൾ വാക്യങ്ങൾ പറയുന്നതാണല്ലോ, നിങ്ങൾക്ക് ചിന്തയിലിരിക്കുമല്ലോ. ഈ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഇതിനോട് ചേർന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു വാക്യമാണ്. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴം. 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായത്തിനകത്തൊരു വാക്യമുണ്ട്. അതിലിങ്ങനെ അവിടെ പറയുന്നത്, 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? താങ്ക് യു. ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? അപ്പോൾ എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാമോ? ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത്, നീ എന്തു ചെയ്യും? അത് പാതാളത്തേക്കാൾ അഗാധമായത് നിനക്കെന്തറിയാം? അതിന്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തെക്കാൾ വീതിയുമുള്ളത്. അവൻ നിങ്ങൾക്കറിയാമോ? അത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുമ്പോൾ ആ വാക്ക് ഒന്നും ഞാൻ വായിക്കാം. ക്യാൻ യു ഡിസ്കവർ ദ ഡെപ്ത് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ ആഴങ്ങളെ നിനക്ക് കണ്ടെത്താൻ കഴിയുമോ? ഭയങ്കര ആഴമാണ് ദൈവത്തിന്റെ പദ്ധതികൾക്ക്. ഞാൻ ഇന്നിത് പ്രസംഗിച്ച് തീർന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പ്രസംഗിക്കാം. പക്ഷെ എന്നാൽ ഞാൻ ആ ചിന്ത ഒന്ന് പഠിച്ചേ. ദൈവത്തിന്റെ ആഴങ്ങൾ, ദൈവത്തിന് ഭയങ്കര ആഴമാണ്. നമ്മളിപ്പോൾ ഓർക്കും, കർത്താവ് ഇങ്ങനെയൊക്കെ സാഹചര്യം വന്നു, മാറുമെന്ന് കരുതി ഞങ്ങൾ വിശ്വാസം പ്രാർത്ഥിച്ചു, പക്ഷെ മാറുന്നില്ല, കൂടുക. ഞങ്ങളുടെ കേരളത്തിലെ ലോക്ക്ഡൌൺ പോലെയാണ്. ഈ ആഴ്ച കൊണ്ട് തീരുമെന്ന് വരുമ്പോൾ അവർ പറയും ഒരാഴ്ച കൂടെ ഉണ്ടെന്ന് പറയും സ്വന്തം. അപ്പം നമ്മൾ ഓർക്കും, ദൈവം ഇതെന്തുവാ, ചർച്ച തുടങ്ങാൻ പറ്റുന്നില്ല, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നു, ഒത്തിരി ദൈവസമാസന്മാർ കഷ്ടതയെ കൂടെ പോകുന്നു, നമുക്ക് മനസ്സിലാകത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ ക്യാൻ യു ഡിസ്കവർ ദ ഡെപ്ത് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ ആഴത്തെ നിനക്ക് കണ്ടെത്താൻ കഴിയും. ദൈവത്തിന് എന്തേലും ആഴമുണ്ട് നിനക്ക് അറിയാൻ പറ്റും. ദൈവത്തിന് എന്തേലും വലിപ്പമുണ്ട് നിനക്ക് അറിയാൻ പറ്റും. അടുത്ത വാക്യം പറഞ്ഞു നിങ്ങൾ നോക്കിയേ. ദൈവത്തിന്റെ പരിമിതി എന്താ, എത്രത്തോളം പരിധി ഉണ്ടെന്ന് നിനക്ക് കണ്ടെത്താൻ പറ്റും. ലിമിറ്റ്സ്. മലയാളത്തിൽ വരുമ്പോൾ അതിങ്ങനെ പറയാം, സമ്പൂർത്തി എന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇങ്ങനെയാണ്, ക്യാൻ യു ഡിസ്കവർ ദ ലിമിറ്റ്സ് ഓഫ് ദി ഓൾമൈറ്റി? ദൈവത്തിന് എത്രത്തോളം പ്രവർത്തിക്കാൻ, സർവശക്തൻ എത്രത്തോളം പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നിനക്ക് കണ്ടെത്താൻ പറ്റുമോ? രാത്രികാലം ഇതിന് എത്ര സ്തോത്രം പറയാൻ പറ്റും? എത്ര 1000 സ്തോത്രം പറയാൻ മതിയാവോ? തകർന്ന് കിടക്കുന്ന ആരെങ്കിലും എന്നെ പ്രസംഗം കേൾക്കുന്നെങ്കിൽ ഈ വാക്യം മതി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉയരാൻ. എത്ര തകർന്നു. ഒരിക്കലും ദേവദാസിന്റെ അടുത്ത് ഒരു ബ്രദർ വന്ന് പറഞ്ഞു, ഞാൻ തകർന്ന് കിടക്കുകയാണ്, ഇനി ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ കരുണയോട് പറഞ്ഞു, ഇനി ദൈവത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. കാരണം അതാണ് അതിന്റെ ആഴം. മുറിവുകളെ ദൈവാത്മാവ് തൊടട്ടെ.
ഇവൻ ചിലരെ തൊടുന്നു. പരിശുദ്ധാത്മ ചിലരുടെ വ്യക്തിത്വത്തെ മാറ്റുന്നു. മങ്ങിപ്പോയ ചില ശുശ്രൂഷകളെ തിരിച്ചു തരുന്ന ദൈവം ഒരു ദെബോറയെ പോലെ മടങ്ങി വരുവാൻ ദൈവം ഒരു ആഹ്വാനം ചെയ്യുന്നു. ഒരു നവോമിയെ പോലെ സ്വയം ഇനി ബിറ്റർനെസ് മാറുകയാണെന്ന് പറയരുത്. മടങ്ങി വാ യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ നിയോഗമാണ് നിന്നെ മടക്കി വരുത്തിയത്. ദൈവത്തിന്റെ ആഴമാണ് നിന്നെ വീണ്ടും ബേത്ലഹേമിലേക്ക് മടക്കി വരുത്തിയത്. ദൈവത്തിന്റെ ആഴമുള്ളത് കൊണ്ടാണ് മോവാബിൽ തീരേണ്ട നിന്നെ മടങ്ങി ബേത്ലഹേമിലേക്ക് വരാൻ തോന്നിപ്പിച്ചത്. അത് ദൈവത്തിന്റെ ആഴമാണെങ്കിൽ മടങ്ങി വാ. He is going to do something greater for you. വലുത് ചെയ്യുന്നു, അത്ഭുതം ചെയ്യുന്നു ദൈവം ശക്തമായിട്ട്. ഞാനത് സംസാരിക്കുമ്പോൾ തന്നെ ചിലരുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഓർക്കും മോവാബിൽ വെച്ച് നിങ്ങളുടെ കാര്യം തീരും. ഇല്ല, ദൈവത്തിന്റെ പദ്ധതികൾ കാലം കൂടുതലാണ്. അത്യുന്നതന്റെ സമ്പൂർത്തി, അവന്റെ ലിമിറ്റ് നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. He is a limitless God. He will do something beyond what you think and imagine. നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയായി ചെയ്യുവാൻ കഴിയുന്ന ദൈവം. അരദം വലദം ബൗഡം ധാനം വൈഡം ത്രിബലം ബാലാരഗദ അസ്തോദിഖൈരി മൗഷികന്ധര ജീവന രഥകാരം പൊട്ടിമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അസാധ്യങ്ങളുടെ മേഖലകൾ പൊട്ടിമാറട്ടെ. ഇന്ന് രാത്രികാലം ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്യുന്നതന്റെ സമ്പൂർത്തി നിനക്ക് ഗ്രഹിക്കാമോ? ഇല്ല കർത്താവേ. നിനക്ക് എത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടി കരുതുവാൻ എന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടില്ല കർത്താവേ. നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ കർത്താവേ. ഈ 17-ാം അധ്യായം ഉൽപ്പത്തിയിൽ ആമേൻ അബ്രഹാമിനോട് വന്ന് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഐ ആം ദി ഓൾമൈറ്റി ഗോഡ്. അതായ വാക്യമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ. 99 വയസ്സായി അബ്രഹാമിന്. അവിടെ എഴുതിയിട്ടുണ്ട് 17:1. when he was 99 years old. ദൈവം പറഞ്ഞിട്ട് പറയാം, അബ്രഹാമെ ഇച്ചിരി താമസിച്ചു പോയെന്നറിയാം, പക്ഷെ എന്നാ ചെയ്യാനാ. അങ്ങനൊന്നും പറഞ്ഞില്ല. 99 വയസ്സായി കേട്ടോ. പക്ഷെ ഇന്നും ഞാൻ സർവശക്തനാണ്. നിന്റെ ശക്തി കുറയുന്നതനുസരിച്ചാണ് എന്റെ ശക്തി വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. വാക്യം പറയാം 2 കൊരിന്ത്യർ 12. ആമേൻ. എന്റെ കൃപ നിനക്ക് മതി. ആ കൃപയുടെ പ്രത്യേകത, നീ ബലഹീനനാകുന്നതനുസരിച്ച് എന്റെ ശക്തി പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കും. നിന്റെ ബലഹീനത വർദ്ധിക്കുന്നതനുസരിച്ച്, നിനക്ക് ഓരോ ദിവസവും വയസ്സ് കൂടുന്നതനുസരിച്ച് നിന്റെ വാഗ്ദത്തങ്ങൾ ചെറുതാകുകയില്ല. വാഗ്ദത്തം ചെയ്ത ദൈവം സർവശക്തനായതുകൊണ്ട് ആ വാഗ്ദത്തങ്ങളും നിന്റെ ജീവിതത്തിൽ വർദ്ധിക്കുകയാണ്. ആമേൻ. അപ്പോൾ നോക്കുക, അവന്റെ സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് ഗ്രഹിക്കാമോ? ഹല്ലേലൂയ. അപ്പോൾ നോക്കുക, ഈ സർവശക്തനായ ദൈവം, ഈ ദൈവത്തിന് നമുക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും, അതുകൊണ്ടാണ് എനിക്ക് നെഹമ്യാവിനെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ഈ നെഹമ്യാവ് ഈ മതിൽ പണിയാൻ പോകുമ്പോഴെല്ലാം ഭയങ്കര 5 തലത്തിലുള്ള പ്രതിസന്ധികൾ നെഹമ്യാവ് അനുഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ എല്ലാം പറയാൻ സമയമില്ലല്ലോ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രവാചകന്മാർ വന്ന് ഇവനെതിരെ ദൂത് പറയാം. അതാണ് എന്നെ ഏറ്റവും വേദനിപ്പിച്ചത്. ഇപ്പം കള്ളപ്രവാചകന്മാരെ സഭയ്ക്കല്ലേ ഗോത്രം, അതൊരു ഭയങ്കര അപകടമാണ്. എന്നെ ഇവിടുന്ന് ഓടിക്കാൻ ഒരു പ്രവാചകൻ വന്നിട്ട് ഒരു എന്നിട്ട് പറഞ്ഞത്, പാസ്റ്റർ ശുശ്രൂഷ ഇവിടെ അല്ല, ഹരിപ്പാടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്വോത്രം എന്ന്. അപ്പോൾ ഇതെല്ലാം ഈ മനുഷ്യനെതിരെ വന്നപ്പോൾ ഈ നെഹമ്യാവ് ഇതെല്ലാം പറഞ്ഞപ്പോഴും നെഹമ്യാവിന് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, സ്വർഗത്തിന്റെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി. കാഴ്ചപ്പാട് സ്വർഗത്തിലേക്കാകാൻ കാരണം ഈ ദൈവത്തിന്റെ ആഴം നെഹമ്യാവിന് അറിയാമായിരുന്നു. ഈ നെഹമ്യാവിന് ആമേൻ മതില് പണിയാൻ ഒരു നിയോഗം കിട്ടിയപ്പോൾ ആ ദിവസം തന്നെ നെഹമ്യാവ് ഇറങ്ങിയില്ല. ഏകദേശം 4 മാസം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിച്ചപ്പോൾ നെഹമ്യാവിന് മനസ്സിലായത്, ആമേൻ അവിടുത്തെ പരിതാപകരമായ അവസ്ഥയല്ല, ആ പരിതാപകരമായ അവസ്ഥയെ പണിയുവാനുള്ള ദൈവത്തിന്റെ ആഴമാണ് ഈ 4 മാസം കൊണ്ട് നെഹമ്യാവിന് വെളിപ്പെട്ടത്. ആമേൻ. കരമടിക്കാൻ കഴിയുന്നവർക്കൊക്കെ കരമടിക്കാം. ഇന്ന് രാത്രികാലം ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണോ അല്ലെങ്കിൽ എനിക്കറിയത് ഉണർവ് മീറ്റിംഗ് ആണോ നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ചോണം. ദൈവം എനിക്കൊരു ദൂത് തരുന്നു. നെഹമ്യാവ് 4 മാസം കൊണ്ട് പ്രാർത്ഥിച്ചത്, ആമേൻ കോവിഡ് എത്രത്തോളം വർദ്ധിക്കുമെന്നല്ല അറിഞ്ഞത്. 4 മാസം കൊണ്ട് പ്രാർത്ഥിച്ചത് എത്ര പേര് മരിക്കുമെന്നല്ല. പക്ഷെ ആ 4 മാസം കൊണ്ട് അറിഞ്ഞത് തകർന്നു കിടന്നതിനെ എങ്ങനെ പണിയുവാൻ ദൈവത്തിന്
ദൈവത്തിന് ആഴമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത തലത്തിലേക്ക് കടന്നു വീഴും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ദൈവത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ആമേൻ. അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. ദൈവത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുന്നവരുടെ പ്രത്യേകത അതാണ്. ദാസനെ അത് നോക്കിയേ. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും. ആരാ ബാല്യക്കാര്? 30 വയസ്സുള്ളവരാണോ? അല്ല. ഈ ലോകത്തിന്റെ കണക്കെടുക്കുന്നവൻ, ഈ ലോകത്തെ കുറിച്ച് പഠിക്കുന്നവൻ, അവൻ ക്ഷീണിച്ചു പോയി. യൗവനക്കാർ ആരാ? യൗവനക്കാര് സ്വന്തം ശക്തിയിൽ നിൽക്കുന്നവൻ. പക്ഷെ അവിടെ ചില ആൾക്കാർ പറയുന്നു, ഞങ്ങൾക്ക് ലോകത്തിന്റെ കണക്കറിയത്തില്ല, എന്താ സംഭവിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ദൈവത്തിന് ആഴമുള്ളവനാണ്. അമ്മേ, അവിടെ ഒരു വാക്യമുണ്ടല്ലോ, ആ വാക്യം ഒന്ന് വായിക്കണമല്ലോ. എനിക്ക് വളരെ ബലപ്പെടുത്തുന്ന അധ്യായം. ഹല്ലേലൂയ. 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോക്കിയേ, ദൈവത്തിന്റെ ആഴത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇവര് പറഞ്ഞു, ഞങ്ങളുടെ വഴി ദൈവത്തിന് മറഞ്ഞിരിക്കുന്നു. അയ്യോ, ഞങ്ങളുടെ വഴി ദൈവം കാണുന്നില്ല. ദൈവത്തിന് ഇത്രയൊക്കെ കഴിവുള്ളൂ, ഞങ്ങളുടെ വഴി പോലും കാണുന്നില്ല ദൈവം. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ നോക്കിയേ, ആ ഭാഗം വരുമ്പോൾ യെശയ്യാപ്രവചനത്തിൽ പറയുകയാണ്. അവിടെ എന്താ പറയുന്നേ? 25-ാമത്തെ വാക്യം. നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറിഞ്ഞിലെ സൃഷ്ടിച്ചൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. അവന്റെ ബുദ്ധി അപ്രമേയാത്രേ. അവന്റെ ബുദ്ധി ഉണ്ടോ? ഈ വാക്യമായിട്ട് കണക്റ്റഡ് ആണ്. അവന്റെ ബുദ്ധി. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഔട്ട്ലൈൻ ഒന്നുമല്ല ഞാൻ പ്രസംഗിക്കുന്നത്, അതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ ഓർത്തോളം, ദൈവത്തിന്റെ ബുദ്ധി അപ്രമേയമാ. ഞാൻ പറയുന്നു, ഞാൻ ക്ഷീണിച്ചു പോയി, ബാബേൽ പ്രവാസത്തിൽ ക്ഷീണിച്ചു പോയവര്. പക്ഷെ ദൈവം പറയാണ്, നിങ്ങൾ പറയുന്നത് എന്തുവാ? അതിന്റെ തൊട്ട് മോളോട്ട് നോക്കിയേ. നിങ്ങൾ ആ വാക്യം വായിക്കണം. 25-ാമത്തെ വാക്യം. ആകെ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യനാക്കും? ആരോടാ എന്നെ സദൃശ്യനാക്കുന്നത്? പറ്റുമോ? എന്റെ ആഴത്തോടെ സദൃശ്യനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ. ഞാൻ എന്നിട്ട് പറയാണ്, നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ. നോക്ക്. എന്താ മലയാളത്തിൽ അത് വ്യക്തമല്ലെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കണം. സ്റ്റാറി ഹോസ്റ്റ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നക്ഷത്ര സമൂഹത്തിലേക്ക് നോക്ക്. ആമേ. റെജി ജോർജ് ബ്രദറെ, പ്രതിസന്ധി വരുമ്പോ കണക്കിലോട്ട് നോക്കരുത്. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. നക്ഷത്രങ്ങൾ ഇതിനെ സൃഷ്ടിച്ചത് ആരാണ്? അതവന്റെ ആഴം എത്ര അധികമാണ്. എന്നിട്ട് പറയാണ്, ഇതിനെ സൃഷ്ടിക്കുക മാത്രമല്ല, അടുത്ത വാക്യം നോക്കിയേ, അതിന്റെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നവൻ. 1, 2, 3 എന്ന് പറഞ്ഞ് നക്ഷത്രങ്ങളെ എണ്ണുന്നവൻ. സ്വത്രം പറയാൻ പറ്റുമോ? അടുത്തത്, അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുന്നവൻ. ഇതാണ് ദൈവത്തിന്റെ ആഴം. ഈ ദൈവത്തിന്റെ ആഴം ഇന്ന് രാത്രികാലം ഈ പനവേലി ചർച്ചിൽ ചിലരുടെ അകത്തേക്ക് വെളിപ്പെടുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ക്ഷീണിച്ചു പോയവരാണ്, ബലഹീനമാക്കപ്പെട്ടവരാണ്. പക്ഷെ ഈ ദൈവത്തിന്റെ ആഴം എന്റെ ഉള്ളിലേക്ക് വെളിപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇനി ചിറകടിച്ച് കയറാൻ പോവുകയാണ്. ഒരു പുതിയ ആത്മതലത്തിലേക്ക് സഭ, ഒരു ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ വർഷത്തിന്റെ അവസാന മാസങ്ങളാകുമ്പോൾ ദൈവസഭ ഒരു ആത്മമണ്ഡലത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. ആരോടും ആരാധിക്കാൻ പറയാതെ തന്നെ ദൈവാത്മാവിന്റെ പ്രവൃത്തി ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ഇതിനകത്ത് പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ഇതിനകത്ത് വെളിപ്പാട് കാണുന്നവർ എഴുന്നേൽക്കട്ടെ. പറയുന്നവർ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ജോബേൽ 2:28 അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരുമെന്നാണ്. എന്നാൽ അതിന്റെ അർത്ഥം അടുത്ത വാക്യം നോക്കിയേ. ആത്മാവിനെ പകർന്ന് അവരൊരു മൂലയിൽ ഇരുന്ന് അന്യഭാഷ പറയുമെന്നല്ല. അതിനേക്കാൾ അപ്പുറമായി നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഗ്രഹിക്കാൻ പറ്റുമോ? പറ്റുമോ? അതിന്റെ സമ്പൂർണ്ണത എനിക്ക് ഗ്രഹിക്കാൻ പറ്റുമോ? എത്രത്തോളം ഗ്രഹിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രിക്കാലം ഞാൻ പറയുക, തകർന്നു പോയ ഒരാൾ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ദൂത് പറയാം. നിങ്ങളുടെ തകർച്ചയാണ് നിങ്ങൾ കണ്ടിട്ട് ദൈവത്തെ അളക്കുന്നതെങ്കിൽ തകർച്ച കണ്ടിട്ട് ദൈവത്തെ അളക്കരുത്. ദൈവത്തിന്റെ ആഴം അളന്നിട്ട് നീ തകർച്ചയെ കാണണം. എല്ലാവരും ആദ്യം നല്ലതും പാസ്റ്ററെ, എല്ലാവരും ആദ്യം നല്ലത് പിന്നീട് എളുപ്പമായതും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആഴമേറിയവൻ വന്നിട്ടുണ്ട്.
അവൻ ആദ്യം ഒരുപക്ഷെ കയ്പാണ് തരുന്നതെങ്കിലും, അവൻ ആദ്യം കണ്ണുനീരിന്റെ അനുഭവമാണ് താങ്കൾക്ക് തരുന്നതെങ്കിലും, അതിന്റെ അവസാനം ഏറ്റവും നല്ലത് കരുതുന്ന ഒരു ദൈവമാണ്. ദൂത് മനസ്സിലാകുന്നെങ്കിൽ സ്തോത്രം പറയുക. എല്ലാവരും ആദ്യം നല്ലത് തരും, എല്ലാവരും ആദ്യം നിങ്ങളെ പുകഴ്ത്തും, എല്ലാവരും ആദ്യം നിങ്ങളോട് നല്ലത് സംസാരിക്കും. പക്ഷെ അവൻ നിങ്ങൾക്ക് ഒരുപക്ഷെ കണ്ണുനീരിന്റെ ദൂത് പറയാം. യശയ്യാപ്രവചനം, അവൻ ഞെരുക്കത്തിന്റെ അപ്പവും കഷ്ടതയുടെ കണ്ണുനീരും നിങ്ങൾക്ക് തന്നാലും നിങ്ങളുടെ ഉപദേഷ്ടാവും മറഞ്ഞിരിക്കുകയില്ല. പ്രാർത്ഥിക്കാം. എനിക്കറിയാം ചിലരോട് ദൈവശക്തമായിട്ട് സംസാരിക്കുന്നു. ആ വാക്യം എടുക്കുവാൻ എനിക്ക് കൊതിയാകുന്നു. എവിടെയത് പറയുന്നത്? 30-ാം അധ്യായം ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അതാ ദൈവത്തിന്റെ ആഴം. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞെരുക്കത്തിന്റെ അപ്പം കഷ്ടതകൾ. എന്റെ അർത്ഥം എന്നറിയോ? ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവ് നിൽക്കുമ്പോഴും അവിടെ എന്നെ നടത്തുന്ന ഒരു ടീച്ചർ നിനക്കുണ്ട്. ഉപദേഷ്ടാവെന്ന വാക്കിന്റെ അർത്ഥം വൺ ഹു ഗൈഡ്സ് യു ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യുവർ പ്രോബ്ലംസ്. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ. എത്ര പേർക്ക് സ്വത്രം പറയാൻ കഴിയും? കഴിഞ്ഞ നാടുകളിൽ കടന്നുപോയത് പ്രതിസന്ധികളുടെ നടുവിലാ. പക്ഷെ അതിന്റെ നടുവിൽ നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ്. എങ്ങോട്ട് പോകണമെന്നൊരു ചാഞ്ചാട്ടം മനസ്സിലുണ്ടായപ്പോൾ എന്റെ മേൽ ആലോചന വെച്ച്, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം കൂടെ എത്തി വന്ന് നിൽക്കുന്നത്. അതാണ് അത്യുന്നതന്റെ സമ്പൂർത്തി. ഇവിടെ ഞാൻ മടങ്ങി സമയം മുമ്പോട്ട് പോയത് കൊണ്ട് ഞാൻ എന്റെ വാക്കിലൂടെ നിർത്തുകയാണ്. ഇവിടെ പൗലോസ് പറയാം, ദൈവത്തിന്റെ ധനം. എന്താണ് ധനം എന്ന വാക്കിന്റെ അർത്ഥം? പൈസ എന്നാണോ? അല്ല. ദൈവത്തിന് ധനം എന്ന വാക്കിന്റെ അർത്ഥം ഹി ഹാസ് ഇനോർമസ് റിസോഴ്സസ്. ഒന്ന് ഓർത്തോണം. ആ 3 കാര്യം പറഞ്ഞ് അവൻ നിർത്താം. ദൈവത്തിന് ധാരാളം സോഴ്സസ് ഉണ്ട് ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി. ഞാൻ ഒരിക്കലും ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. ഗൾഫില്, UAE ഷാർജയിലാണ്. ഷാർജയിലൊക്കെ പ്രസംഗിച്ചെന്ന് പറയട്ടെ, അങ്ങനെയെങ്കിലും ചില സ്വത്രം പറയട്ടെ. സ്വത്രം പണ്ടൊരിക്കലും സ്ഥലത്ത് പോയപ്പം ഞാൻ ഓർക്കുകയാണ്, ഞാനിങ്ങനെ സഭയിൽ വലിയതായിട്ടൊന്നും ആരാധിക്കുന്നൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ മാസം ഞാൻ അമേരിക്കയിലായിരുന്നു പറഞ്ഞപ്പം എല്ലാവരും പിന്നെ ആരാധിക്കുന്നില്ല. അമേരിക്കയിൽ പോയി എന്നെ സ്വതന്ത്രം പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പം ഷാർജയെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയം നിങ്ങൾക്കറിയാവോ, ഈ ഓർത്തോണം, ഇത് ഈ സംഘർഷമൊക്കെ അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. കർത്താരദാസൻ എന്നോട് ഇത് ചോദിച്ചു. വളരെ സ്നേഹമുണ്ട് അതൊക്കെ ചോദ്യത്തിന്. പാസ്റ്റർക്ക് അവിടെ നെറ്റ്വർക്കിന് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഞാൻ ഈ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. സ്വത്രം. ഈ ഒരു 4 വർഷം മുമ്പ് ഞാൻ ആലപ്പുഴയിൽ ചർച്ച സ്ഥിരം പ്രസംഗിക്കാൻ പോയിരുന്നു. ഇപ്പൊ പോകാറില്ല. അപ്പം എന്നോട് അദ്ദേഹം ഒരു പ്രാവശ്യം ചോദിച്ചു, ഷിനോജെ കൈ പൈസയൊക്കെ ഉണ്ടോ? ആ ചോദ്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം. അങ്ങനെ ചോദിക്കാൻ ഒരാളുണ്ടല്ലോ, അല്ലേ? സ്വത്രം. കടം ചോദിക്കാൻ മാത്രമല്ല ആൾക്കാരുള്ളത്. ഓക്കെ, മടങ്ങി വരാം. അപ്പോൾ ഇവിടെ നോക്കണം, ഈ ഷാർജ മീറ്റിംഗിലേക്ക് ഞാൻ കയറുക. അപ്പം തലേന്ന് ഞാൻ ബൈബിൾ ക്ലാസ് എടുത്തു അവർക്ക്, എപ്പഫ്രാസിനെ കുറിച്ചാണ്. 2ാമത്തെ ദിവസം നിങ്ങൾക്കറിയാമോ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു 8:15 മീറ്റിംഗ് തുടങ്ങാം. ഷാർജയിലെ മീറ്റിംഗ് ആയതുകൊണ്ട്. അപ്പൊ പാസ്റ്റർ ഒരു 8:15 എനിക്ക് വന്ന 8:15 എന്ന് പറഞ്ഞാൽ അവിടുത്തെ 8:15 തോന്നുന്നു. പാസ്റ്റർ ആകുമ്പോൾ 8:15 ആകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്റെ ഡേറ്റ ഫിനിഷ് ആയി, തീർന്നു. എന്റെ ഫോൺ ഓൺ ആവുന്നു, കട്ടാവുന്നു. എന്റെ സൂം ഓൺ ആവുന്നു, കട്ടാവുന്നു. ഡേറ്റ ഇല്ല. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇതിനകത്തൊക്കെ പ്രതിസന്ധി ഓർത്തോണം. എന്റെ വൈഫ്, അപ്പോൾ വൈഫിന്റെ ഫോൺ എടുത്തോണ്ട് വന്നു, അതിന്റെ ഡേറ്റ ഫിനിഷ് ആയി. അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. എക്സ്ട്രാ ഞാൻ റീചാർജ് ചെയ്തിട്ടേക്കുവാണ് എന്റെ ഫോണിലേക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ട്. വർക്ക് ചെയ്യുന്നില്ല. 8:15 ഇപ്പൊ എന്നെ വിളിച്ചതുപോലെ, ഷിനോജ് പാസ്റ്റർ കേൾക്കാവോ? എവിടെ കേൾക്കാം? കേൾക്കാവോ? എവിടെ കേൾക്കാം? കേൾക്കാവോ? എവിടെ കേൾക്കാം? 8:30 വരെ ഇരുന്നു. നിങ്ങൾക്കറിയാം, ആ സമയത്ത് പെട്ടെന്ന് ഞാൻ കോഴിക്കോടുള്ള എന്റെ ഒരു കർത്താവിന്റെ ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ. അപ്പോൾ അദ്ദേഹം ഭാഗ്യം കൊണ്ട് ഫോൺ എടുത്തു. അദ്ദേഹം പറയാണ്, ഞാനൊരു 1 മിനിറ്റ് മുമ്പ് വിളിച്ചിട്ട് എടുക്കില്ല. കാരണം ഞങ്ങളൊരു വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ആരാധനയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. റീചാർജ് ചെയ്തു തന്നു. പെട്ടെന്ന് അവിടുന്ന് ഞാൻ 8:30 മീറ്റിംഗിന് കയറി. ഇതെന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, നമുക്ക് എത്ര സോഴ്സസ് ഉണ്ടെങ്കിലും അത് തീർന്നു പോകും. പക്ഷെ വറ്റിപ്പോകാത്തൊരു ഉറവുള്ളത് എന്റെ കർത്താവിന്റെ കാര്യം. നിങ്ങൾക്ക് സ്വത്രം, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പതിക്കണം. നമ്മൾ ഒരാളുടെ സോഴ്സ് കണ്ട് ഇറങ്ങി തിരിക്കരുത്. അത് ഹാഗാറിന് പറ്റിയത്. അന്നത്തെ 318 അഭ്യാസികളുള്ള അന്നത്തെ ഏറ്റവും അബ്രഹാം എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചെന്നൊക്കെ പ്രസംഗിക്കുന്ന കേട്ടുണ്ട്. അല്ലല്ല, അബ്രഹാം എല്ലാ സമ്പത്തോടു കൂടിയാണ് പുറപ്പെട്ടെ. അതുകൊണ്ട് അവന്റെ ഇടയമാർക്കും ലോത്തിന്റെ ഇടയമാർക്കും താമസിക്കാൻ കഴിയാൻ ഒന്നിച്ച്. പക്ഷെ അബ്രഹാം പറയുന്നു, അബ്രഹാം ഹാഗാറിനെ പറഞ്ഞു വിടുമ്പോ ഹാഗാറിന്റെ കയ്യിലെ ആഹാരവും വെള്ളവും എല്ലാം തീർന്നു. എന്തേലും കൊടുത്തൊന്നും എനിക്കറിയത്തില്ല.
ഒരു തുരുത്തി വെള്ളം എന്നൊക്കെ പറയുമ്പോൾ അളവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു ഇത്രയുള്ള ഫ്ലാസ്ക് ഒന്നും അല്ല. പക്ഷെ ഇത് കാണിക്കുന്ന ഒരു ആത്മീയ അർത്ഥം ഞാൻ പറയും. എത്ര വലിയ കരുതാൻ ഈ ലോകത്തിലുള്ളവന്റെ സോഴ്സ് തീർന്നു പോകും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, എന്റെ ദൈവത്തിന്റെ ധനത്തിന് ആഴം കൂടുതലാണ്. എന്റെ ദൈവത്തിന്റെ സോഴ്സിന് ആഴം കൂടുതലാണ്. അവന്റെ ഉറവിന് ആഴം കൂടുതലാണ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇവിടെ മരിച്ചു വീഴണമോ എന്ന് ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് ശിംശോൻ ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞില്ല എന്നാ ചെയ്യാനെന്നല്ല, അവൻ ലേഹിയിൽ ഉറവ പിളരുമാറാക്കി. ഇനി എന്നാ ദൂത് പറയണ്ട പാസ്റ്റർ, ഞാൻ അത് പറഞ്ഞാ പോരെ. അതാ ദൈവത്തിന്റെ ധനം. നിനക്ക് ഇനി മുമ്പോട്ട് ഒരടി വെക്കാൻ കഴിയാതെ നീ തളർന്നു പോകുന്ന മേഖലകളിൽ നിനക്ക് വേണ്ടി ഉറവ കുഴി പിളരുമാറാക്കാൻ ഒരു ദൈവത്തിന് കഴിയുമെങ്കിൽ അതാ ദൈവത്തിന്റെ ധനം, അതാ ദൈവത്തിന്റെ ഉറവ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. സമയം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ നോക്കിയേ, ദൈവത്തിന്റെ ധനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്നല്ല അർത്ഥം. ദൈവത്തിന് എവിടെയും കർത്താന്റെ ദാസനെ എവിടെയും ഉറവ തുറക്കാൻ കഴിയും. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുടുംബങ്ങളുടെ അകത്ത് ഉറവ തുറക്കാൻ കഴിയും. നമ്മൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല കടന്നു വരികയിൽ എന്ന് പറഞ്ഞ കുടുംബത്തിനകത്ത് ദൈവം ഒരു വ്യക്തിയുടെ ഉറവ തുറക്കും. വിശ്വസിക്കുന്നവരെ ഉള്ളിൽ ആമേൻ ആമേൻ. നാട്ടുകാർ പറയുന്നത് പോലെ അല്ല, തിരുവെഴുത്ത് പറയുന്നത് പോലെ. ഈ ദേശത്ത് ഞങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ശുശ്രൂഷയിൽ ഒരാളെ കൊണ്ട് ഞങ്ങൾ ആരാധിച്ചിട്ടുണ്ട്. ആരും വരാതിരുന്നിട്ടുണ്ട്. വരുന്ന ആൾക്കാർ ഇവിടുന്ന് വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇന്നും ഞങ്ങൾ ശുശ്രൂഷ നിൽക്കാൻ കാരണം എന്നോട് ദൈവം പറഞ്ഞു, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ചെങ്ങമ്മനാടുകാര് പറയുന്നത് പോലെ എന്നല്ല, തിരുവെഴുത്ത് പറയുന്നത് പോലെ, ദൈവവചനം പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അതിന്റെ അർത്ഥം അതാണ് ദൈവത്തിന്റെ ഉറവകൾ, ദൈവത്തിന്റെ ധനം അതാണ്. പ്രാപിച്ച രാത്രികാലം ചില കുടുംബത്തിലേക്ക് അവിശ്വാസത്തിൽ അത് പ്രത്യക്ഷപ്പെട്ട അത്ഭുതങ്ങൾ നടക്കട്ടെ. രാത്രികാലം വിശ്വസിക്കാൻ കഴിയുന്നവർ രാത്രികാലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. രാത്രികാലം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കാൻ ശക്തമായി സംസാരിക്കുന്നു, ശക്തമായിട്ട് ഇടപെടുന്നു. നിങ്ങൾ ആരും ഇത് കഴിഞ്ഞിട്ട് ഷിനോജ് എന്ന് പറഞ്ഞ നല്ലൊരു പ്രാസംഗികന്റെ പ്രസംഗം എടുത്ത് പറയണ്ട. അതിനൊരു കാരണം ഇവിടെ വേണ്ട. പക്ഷെ നിങ്ങൾ ഒരു കാര്യം, ഞാൻ വളരെ ഫ്രീ ആയിട്ട്, ഞാൻ അങ്ങനെ എനിക്ക് തോന്നുക, എന്റെ സ്വന്തം സഭയെ സംസാരിക്കുന്ന പോലെ എനിക്ക് കർത്താവ് ദാസന്റെ സഭയെ സംസാരിക്കുന്ന ഒരു ഫ്രീഡം തന്നിരിക്കുക. അതെന്നെ മനസ്സിൽ പറയുക. ഞാൻ പറഞ്ഞിട്ട് പറയുന്നു, ഇന്ന് രാത്രികാലം ദൈവാത്മാവ് പറയുന്നു, ഇതുപോലെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല ഇത്രത്തോളം ആഴത്തിൽ. നിങ്ങളൊരു കാര്യം ഓർത്തോണം, ഞാനൊരു ശുശ്രൂഷ കഴിഞ്ഞ് നിൽക്കുകയാണ്. ശിംശോൻ പറയുകയാണ്, കർത്താവെ ഞാൻ ഇത്രയും പേരെ കൊന്നിട്ട് നിൽക്കുകയാണ്, പക്ഷെ ഞാൻ ക്ഷീണിച്ചു പോയി. ശുശ്രൂഷ ക്ഷീണിച്ച ആൾക്കാർ ഇങ്ങനെ തിരിപ്പുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, അവിടെ വെച്ച് നിങ്ങൾ നിലവിളിക്കണം. അവിടെയാണ് ദൈവത്തിന്റെ ധനം വെളിപ്പെടുന്നത്. ഞാൻ മരിച്ചു വീണോ 15-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം അവിടെ ഇങ്ങനെ പറയുന്നു, യഹോവ ലേഹിയിൽ ഒരു ഉറവ പിളരുമാറാക്കി, അവൻ അതിൽ നിന്ന് കുടിച്ചു, ജീവൻ പ്രാപിച്ചു, ചൈതന്യം പ്രാപിച്ചു. മരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയ നിമിഷങ്ങളുടെ നടുവ് ദൈവത്തിന്റെ ധനം നിനക്ക് വെളിപ്പെടുകയാണ്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ നന്മകളുടെ നടുവിൽ എല്ലായ്മയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പൗലോസ് പറയുകയാണ്, ആ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം, ആ ദൈവത്തിന്റെ ഉറവയ്ക്കൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ, നിങ്ങളുടെ ആവശ്യങ്ങളെ രാത്രികാലം ഈ വചനം പറയുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ ആ ഉറവകൾ തുറന്നു വരട്ടെ. മുടങ്ങിയത് അതേ തുറന്നു വരട്ടെ കർത്താവ്, തുറന്നു വരട്ടെ. പഠിച്ച ജോലി, പഠിച്ച വിദ്യാഭ്യാസത്തെ ജോലി അടഞ്ഞുപോയത് യേശുവിന്റെ നാമത്തിൽ ആ ധനം തുറന്നു വരട്ടെ കർത്താവേ, തുറന്നു വരട്ടെ കർത്താവേ, തുറന്നു വരട്ടെ കർത്താവേ. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ ധനം അതാണ്. ദൈവത്തിന് ഉറവുകളെ തുറക്കുവാൻ കഴിയും. ഞാൻ ഓർക്കുന്നു, ഞാൻ ഇനി ഇങ്ങനെ പോയാൽ ഞാൻ മുമ്പോട്ട് പ്രസംഗിച്ചോണ്ട് പോകും. ബാക്കി അടുത്ത ദിവസമാണ്. ഇന്ന് രാവിലെ ധ്യാനിച്ചൊരു വേദഭാഗം പറഞ്ഞ് ഞാൻ നിർത്തുക. ഇനി ഞാൻ മുമ്പോട്ട് പോകത്തില്ല. സ്വന്തം നിങ്ങൾക്കൊക്കെ രാത്രി 10 മണിയൊക്കെ ആകുന്നല്ലോ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ഒരു പ്രവാചകന്റെ വില എന്താണെന്ന് മനസ്സിലാക്കണേ 2 രാജാക്കന്മാർ 3-ാം അധ്യായം വായിക്കണം. വായിക്കണ്ട, സമയം പോയി. 2 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൽ യഹൂദ രാജാവും ഇസ്രായേൽ രാജാവും ഏദോം രാജാവും ഒന്നിച്ച് യുദ്ധത്തിന് വന്നു. പക്ഷെ യുദ്ധത്തിന് വന്നു, ഇവർക്ക് സൈന്യമുണ്ട്, ഇവർക്ക് കുതിരകളുണ്ട്, രഥങ്ങളും കാണും, എല്ലാം ഉണ്ട്, വാളും ഉണ്ട്, പരിചയമുണ്ട് പാസ്റ്ററെ. പക്ഷെ കുടിക്കാൻ വെള്ളമില്ല. എന്നാ പിന്നെ നീ കുതിര ഉണ്ടല്ലോ, അല്ല നിനക്ക് രഥമുണ്ടല്ലോ. ചില ആൾക്കാർ അങ്ങനെയാണ്. ഞങ്ങൾ ഇവിടെ ഈ ചെങ്ങമനാട് ഒരാളോട് പറഞ്ഞപ്പം ചെങ്ങമനാടല്ല, ഞങ്ങളൊരു വീട്ടിൽ പണ്ടൊരു അത്യാവശ്യ കാര്യത്തിൽ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പാസ്റ്ററാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്.
പെന്തിക്കോസ്തി വരേണ്ട ഗതികേട് എനിക്കില്ല. കാരണം എന്റെ മക്കൾക്കും എനിക്കുള്ളതെല്ലാം ഞാൻ ബാങ്കിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛാ ബാങ്കിലല്ലേ സേവ് ചെയ്തിട്ടുള്ളൂ, മോളിൽ എന്തിനും സേവ് ചെയ്തോന്ന് ചോദിച്ചു. സ്വത്രം. അതുകൊണ്ടൊക്കെയാണ് ഈ ദൂത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓരോ ദൂത് അതിനോട് ചേർന്ന് വരുന്നതുകൊണ്ട് പറയാം. ഈ കൊർന്നല്യോസിനോട് ദൂതം പറയുന്നൊരു വാക്യമുണ്ട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ഇവിടെ എത്തി. പക്ഷെ അത് മാത്രം പോരല്ലോ, നീ എത്തണ്ടേ, അതിന് നീ സ്നാനപ്പെടണം. സ്തോത്രം, സ്തോത്രം. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എത്തിയാൽ പോരല്ലോ, നീ എത്തണമെങ്കിൽ അതിന് എത്തിക്കോളൂ, നല്ല കാര്യം. പക്ഷെ നീ എത്തണമെങ്കിൽ നീ സ്നാനപ്പെടണം. അപ്പോൾ ഇവിടെ ഈ 3 രാജാക്കന്മാര് ഇങ്ങനെ നിൽക്കുമ്പോൾ യഹോശാഫാത്ത് ചോദിക്കുക, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി, ഇപ്പൊ വായിക്കണ്ട. ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാനില്ല, ഇവിടെ പ്രവാചകന്മാരാരുമില്ലേ, യഹോയുടെ പ്രവാചകന്മാരാരുമില്ലേ? അപ്പൊ പറഞ്ഞു, ഇവിടെ ഏലീശ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവൻ ഏലിയാന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? 3 രാജാക്കന്മാരുടെയും വലിയവനാണ് പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നത്. മനസ്സിലാക്കണം. ഒറ്റയ്ക്ക് കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ദൂത് പറയാം, താങ്കൾ ഒറ്റയ്ക്കാണ് ഇറങ്ങിയെങ്കിലും താങ്കളുടെ വില അവർ മനസ്സിലാക്കും, താങ്കൾ കണ്ട സ്വപ്നത്തിന്റെ വില അവർ മനസ്സിലാക്കും. ഞാൻ ഇനി ഇതും കൂടെ പറയാം. യോസേഫ് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. കാരണം യോസേഫിന് അങ്ങനെയായിരുന്നു. അവൻ അതുകൊണ്ട് രൂപയും പറയുന്നുണ്ട്, നമ്മുടെ സഹോദരൻ നമ്മളോട് കെഞ്ചിയപ്പോൾ അവന്റെ പ്രാണസങ്കടം കണ്ടാറെ നമ്മൾ അവനോട് മനസ്സലിഞ്ഞില്ല. അപ്പോൾ യോസേഫ് സ്വപ്നം നിവൃത്തിയാകുന്നതിന് മുമ്പും കരഞ്ഞിട്ടുണ്ട്, സ്വപ്നം നിവൃത്തിയായി കഴിഞ്ഞും കരഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സ്വപ്നം നിവൃത്തിയാകുന്നതിന് മുമ്പ് കരഞ്ഞത് അവന്റെ സംഘർഷങ്ങളും പ്രതിസന്ധികളുമാണ്. പക്ഷെ സ്വപ്നം നിവൃത്തിയായി കഴിഞ്ഞപ്പോൾ അവൻ കരഞ്ഞത് മിസ്രയീം മുഴുവൻ കേട്ടെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ കരച്ചിലിന് ആഴമുണ്ട്. ആ കരച്ചിൽ ദൈവത്തിന്റെ ആഴത്തെ വെളിപ്പെട്ട് കരച്ചില്ല. യോസേഫ് കരഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ ദൈവമേ, അസൂയപ്പെട്ടിട്ട്, പൊട്ടക്കണ്ടിലിട്ടിട്ട്, അടിമയായിട്ട് വിൽക്കപ്പെട്ടിട്ട്, അപവാദമേറ്റിട്ട്, കർത്താവെ കാരാഗൃഹത്തിൽ അടച്ചിട്ടും ഇതുപോലെ സ്വപ്നത്തെ നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാണ് അവൻ കരയുന്നത്. കണ്ണുനീരുണ്ടോ നിങ്ങളുടെ കണ്ണീരിനകത്ത്? സ്തോത്രം പറയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ സ്വപ്നം നിവൃത്തിയാകുമ്പോഴും നമ്മൾ കരയും. ആ കരച്ചിലിന്റെ ആഴമാണ് മിസ്രയീം മുഴുവനും കേട്ടത്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മിസ്രയീം മുഴുവനും മനസ്സിലായി, ഒരുവൻ എത്രത്തോളം തകർന്നാലും God has resources to bring him up and make him to stand in his promises. ദൈവം ഒരുവൻ എത്ര തകർന്നാലും ആ തകർന്നവൻ, നിങ്ങൾക്കറിയാമോ, ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഒരു ചരിത്രം പറയാം. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഇതുണ്ട്, ഞാനൊരു പുസ്തകത്തിൽ വായിച്ച അറിവാണ്. ഒരു വ്യക്തി അടിമയായി തീർന്നാൽ അവൻ ഒരിക്കലും അതിനേക്കാൾ ഉയർന്ന ഒരു പോസ്റ്റിലേക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സഹോദരന്മാർ മനഃപൂർവ്വനെ വിറ്റതാണെന്നൊക്കെ ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഈ നമ്മുടെ ചരിത്രത്തിലല്ല, നമ്മുടെ ചരിത്രം നോക്കിയല്ല ദൈവം നമ്മളെ ഉയർത്തുന്നത്, ദൈവത്തിന്റെ പദ്ധതി നോക്കിയിട്ട് ദൈവം നമ്മളെ ഉയർത്തുന്നത്. എനിക്കിത് പറയാൻ പറ്റത്തില്ല, എനിക്ക് ഉള്ളിലെന്ന് എന്നെ ഇതാക്കുക. ഇതൊക്കെ നമ്മളുടെ ചരിത്രം നോക്കിയിട്ടല്ല, നമ്മുടെ ചരിത്രം നോക്കിയിട്ടല്ല. എന്നോട് പലരും പറയാറുണ്ട്, നിങ്ങള് ഷിനോജ്, നീന് ഭയങ്കര ഭാഗ്യമാണ്, നീ ഒരു പാസ്റ്റർ മകനായിട്ട് ജനിച്ചതുകൊണ്ട് നിനക്ക് ശുശ്രൂഷകനായി. ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ പാസ്റ്റർ മകനായിട്ട് ജനിച്ചുകൊണ്ടല്ല ശുശ്രൂഷകനായത്, ദൈവത്തിന് എന്നെ ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ശുശ്രൂഷകനായത്. ഇത് പറഞ്ഞു നിർത്താം. അപ്പോൾ യഹോശാഫാത്ത് വന്ന് പറയുകയാണ് എലീശയോട്. അപ്പോൾ എലീശ പറയുന്ന ഒരു കാര്യം, നിങ്ങളത് അത് മാത്രം ഇനി ഓർത്താൽ മതി, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, ഈ താഴ്വരകളിൽ അനേകം കുഴികളെ വെട്ടുകയും നാളെ ശേഷം വെള്ളം കൊണ്ട് നിറയും. താഴ്വര വെള്ളം കൊണ്ട് നിറയും. ആ ശ്വാസം ഈ അസ്ഥികളുടെ മേൽ വീശുക. ഇപ്പൊ ദൈവം എന്നെ കാണിക്കുന്ന വെളിപ്പാടത. അസ്ഥികളുടെ മേല ദൈവത്തിന്റെ ശ്വാസം. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഉടനെ എന്നാ മറുപടി പറഞ്ഞറിയാമോ? കർത്താവെ, നീ അറിയുന്നു, നിന്റെ ആഴമാണ് അതിനെ തീരുമാനിക്കുന്നത്. യു ഹാവ് ദ റിസോഴ്സസ്. നിനക്കാണ് അതിനുള്ള ധനമുള്ളത്, നിനക്കാണ് അതിനുള്ള കഴിവുള്ളത്. പറഞ്ഞപ്പോ ആൾക്കാർക്ക് കാര്യം മനസ്സിലായി. യഹോശാഫാത്തിനും ജെറോമിനും ആഹാമിന്റെ മകനും ഏദോം രാജാവിന് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്ക് എത്ര സോഴ്സസ് ഉണ്ടെങ്കിലും അത് ഡ്രൈ ആയി പോകും. പക്ഷെ ദൈവത്തിന് ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ, അവന്റെ ധനത്തിന് ഒരു ആഴമുണ്ടെങ്കിൽ, ഏത് ഉണങ്ങിയ അവസ്ഥകളെയും
അവന് വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ കഴിയും. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴം. ഇന്ന് രാത്രിക്കാലം ആ ശക്തി, ഒരു വചനം, ഒരു ആത്മാവായി. അതുകൊണ്ടാണ് യേശു പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം വാക്കുകളല്ല, അത് ആത്മാവും ജീവനുമാണ്. അതിനർത്ഥം ഷിനോജ് ഒരു വാക്ക് പ്രസംഗിച്ചത് കൊണ്ട് നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞതല്ല. അതിന് സ്വതന്ത്രം പറയരുത്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് വെളിപ്പെടുന്നത് ദൈവത്തിന്റെ ജീവനും അവന്റെ ആത്മാവും. അതുകൊണ്ട് നിങ്ങൾ അറിയാതെ കൈയിടിക്കുന്നത്. എന്റെ ദൈവത്തിന്റെ ആഴം എന്നിൽ വെളിപ്പെടാൻ പോവുകയാണ്. God has enough resources, to guide me, to lead me. എന്നെ നടത്തുവാൻ അവന് ധാരാളം ഉറവകളുണ്ട്. അധികാരമുള്ള നാമത്തിൽ നാം ചോദിക്കുന്നതിൽ നിനക്ക് അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. അതേതാണ് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി? ആമേൻ. ഈ പരിശുദ്ധാത്മാവിന്റെ ഉറവ, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ നിറവ്. അതുകൊണ്ട് ലേഖനം 3:19 ആ വാക്യം പറഞ്ഞേ. നിങ്ങൾ ഓർത്തു വയ്ക്കേ, നമ്മൾ പലപ്പോഴും 3:20 മാത്രമേ വായിക്കാറുള്ളൂ. 3:20 പറയും നാം ചോദിക്കുന്നത് നിലയ്ക്കുന്ന അത്യന്തപരമായി. പക്ഷെ അതിന്റെ 19 നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 19 എന്താ പറഞ്ഞേ? എഫെസ്യർ 3:19 ഇങ്ങനെ പറയാണ്, ഇങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അറിവാനും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നിറവിലോടും ഷിനോജ് നിറഞ്ഞു വന്നാൽ എന്റെ അകത്തുള്ളത് എന്താ? ഇനി ദൈവത്തിന്റെ നിറവാ. എന്നിട്ട് ഉടനെ പൗലോസ് പറയാണ്, നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. ഏതാ നമ്മൾ വ്യാപരിക്കുന്ന ശക്തി? പറഞ്ഞേ ജോയൽ ജോൺസൺ, ക്രിസ്തുവിന്റെ നിറവ്. ക്രിസ്തുവിന്റെ നിറവ്. ദൈവസഭ കടന്നു വരട്ടെ. സകലവും നിറയ്ക്കുന്ന നിറവായ ക്രിസ്തുവിൽ. ഹല്ലേലൂയ. ദൈവസഭ, അതാണ് ദൈവസഭ. എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്ന നിറവായ അവന്റെ ശരീരമായ ദൈവസഭ. ആ സഭയിൽ ഞാൻ അവന്റെ അവയവമായി മാറിയിരിക്കുകയാണ്. നിമിഷങ്ങൾ അന്യഭാഷകളെ പ്രാർത്ഥിക്കാൻ കഴിയുള്ളവർ അന്യഭാഷ പ്രാർത്ഥിച്ചവരൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവാത്മാവ് സംസാരിക്കുന്നു, മടക്കി വരുത്തുന്നു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഒരു കർത്താരദാസിനോട് പറയുന്നു, ഇതിനകത്ത് കൂടിയിരിക്കുന്ന കർത്താരദാസിനോട് പറയുന്നു, താങ്കൾ ഒരു എംഒഎസിലേക്ക് യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ്. ദൈവം താങ്കളുടെ കണ്ണുകളെ തുറക്കി അന്ന് രാത്രിക്കാലം. താങ്കൾക്ക് ഒരു മടങ്ങി വരവുണ്ട്. യേശുവിന്റെ നാമത്തിൽ തകർന്നിരിക്കുന്ന വ്യക്തി, ഒരു പ്രത്യേക സാഹചര്യം നിമിത്തം ഹല്ലേലൂയ കുടുംബത്തിനകത്ത് ആരോടും വെളിപ്പെടാത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ദൈവദാസി, ദൈവാത്മാ സംസാരിക്കുന്നു. ദൈവാത്മാ പറയുന്നു, ദൈവത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയുന്ന രാത്രികാലം അത് താങ്കളുടെ ഉള്ളിലേക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നതുകൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തിയാൽ താങ്കളുടെ ഉള്ളിലേക്ക് അത് വെളിപ്പെടുകയാണ്. പ്രാർത്ഥിക്കാൻ കഴിയും അന്യഭാഷകളിൽ വാ തുറന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ആഴം ഞാൻ അതിനെ തൊട്ടുപോയതേ ഉള്ളൂ. എങ്കിലും ദൈവാത്മാവ് പറയുകയാണ് തകർന്ന്. അതുകൊണ്ടല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് യോബ് അവസാനം എന്താ പറയുന്നത്? ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പിറുപിറുത്തത്, അതുകൊണ്ടാണ് ഞാൻ നിനക്കെതിരെ പലതും പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്ക് ഭയങ്കര ആഴമാ. എന്താ നിന്റെ ആഴം? നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു. ദൈവത്തിന്റെ ആഴങ്ങൾ അറിയുന്ന ഒരു കൃപ പ്രാപിക്കുക ഇന്ന് രാത്രികാലം. ദൈവത്തിന്റെ ആഴങ്ങൾ അറിയുന്ന ഒരു കൃപ. കരങ്ങളടിക്കാൻ കഴിയുന്നവർ, അന്യഭാഷ പറയാൻ കഴിയുന്നവർ, യേശുവിന്റെ നാമത്തിൽ നവോമിമാര് മടങ്ങി വരട്ടെ. നവോമിമാർ മടങ്ങി വരട്ടെ. നവോമി പറഞ്ഞു, എനിക്കിനി ഒരു മകനെ നിങ്ങൾക്ക് തന്ന് ഹല്ലേലൂയ, നിങ്ങൾക്ക് അതിന് കാത്തിരിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, 4-ാം അധ്യായം രൂത്തിന്റെ പുസ്തകം ഇങ്ങനെ പറയുന്നു, രൂത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ഹല്ലേലൂയ അത് നവോമിയുടെ കുഞ്ഞായിട്ടാണ് നാട്ടുകാർ വിളിച്ചത്. അർത്ഥം ഇത്രയേ ഉള്ളൂ, അസാധ്യമെന്ന് നാം പറയുന്ന കാര്യങ്ങൾ, ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ആഴങ്ങളിൽ നിന്ന് രാത്രികാലം വെളിപ്പെടുകയാണ്. പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ.
യേശുവിന്റെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ ദൈവം അങ്ങനെ കാണിക്കുന്നു. ഒരു നദി കുതിച്ചൊഴുകുന്നത് പോലെ ആത്മസന്തോഷത്തിലേക്ക് ചിലർ പ്രവേശിക്കുന്നു. ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആരാധനയുടെ അനുഗ്രഹം, ഇതുവരെ അനുഭവിക്കാത്ത ഒരു മാധുര്യം, ദൈവസ്നേഹത്തിന്റെ മാധുര്യം ദൈവം ഇപ്പോൾ നൽകുന്നു. ഒരു നദി ഒഴുകുന്നത് പോലെ, ഒരു നദി കുതിച്ചൊഴുകുന്നത് പോലെ, ഒരു നദി തുറന്നു വിടുമ്പോൾ ഒഴുകുന്നത് പോലെ ആത്മാവിന്റെ നദിയിലേക്ക് ചിലർ മുങ്ങി താഴുന്നു. അതേസമയം ആരാധിക്കുമ്പോൾ തന്നെ ദൈവനോട് പറയുന്നു, ചില അസ്ഥികൾ അസ്ഥിയോട് ചേരുന്നു. ദൈവനോട് പറയുന്നു, ഞാൻ വെറുതെ പറയുന്നതായിട്ട് നിങ്ങൾ എടുക്കരുത്, ദയവായി എന്നോട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ആരാധിക്കുമ്പോൾ തന്നെ വെറുതെ ആരാധിക്കുക മാത്രമല്ല, അന്യഭാഷ പറയുകയല്ല. അസ്ഥി അസ്ഥിയോട് ചേരുന്നു, അസ്ഥി അസ്ഥിയോട് ചേരുന്നു, അസ്ഥി അസ്ഥിയോട് ചേരുന്നു. യോജിക്കാത്ത ചില ബന്ധം സൃഷ്ടിക്കുന്നു. ത്വക്ക് വരുന്നു, മാംസം വരുന്നു, വരുന്നു. ഒരു സൈന്യം നിൽക്കുന്നു. എന്താ പറഞ്ഞു? നിങ്ങളുടെ പ്രത്യാശ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഐ ആം ഗോയിങ് ടു ഓപ്പൺ, ഞാൻ നിങ്ങളുടെ ശവക്കുടി തുറന്ന് നിങ്ങളെ പുറത്തിറങ്ങാൻ പോവാ. അതൊരു റെസ്റ്റോറേഷൻ ആണ്. ജോയൽ പറഞ്ഞു, ജോയൽ പ്രവചനം, തുക്കൻ തിന്നതിനെ വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി തിന്നതിനെ പച്ചപ്പെടുന്നു ഇല്ല. എന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ വരെ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ പോലും ഞാൻ തിരിച്ചു തരാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. ഞാൻ ഈ മൈക്ക് കർത്താനദാസിന് കൈമാറുകയാണ്, സമയം കൈമാറുകയാണ്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ മീറ്റിംഗ് കഴിഞ്ഞാലും ഒരു വലിയ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയായി ഞാൻ ഒത്തിരി ഭയത്തോടെയാണ് ഈ മീറ്റിംഗിൽ പ്രവേശിച്ചത്. എന്ത് പ്രസംഗിക്കുക, എങ്ങനെ പ്രസംഗിച്ചു പോകുമെന്ന് അറിയത്തില്ല. ഞാൻ ഒത്തിരി ഔട്ട്ലൈൻ ഒക്കെ ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നു. പക്ഷെ ഞാനൊന്ന് നോക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. പക്ഷെ ദൈവം ശക്തമായി പറയുന്നു, ഇതിവിടെ നിർത്തരുത്. ആമേൻ. എന്റെ പ്രസംഗമായിട്ട് ഇതിനെ നിങ്ങൾ അതിനെ തള്ളിക്കളയരുത്. ഈ അനുഭവത്തിൽ മുന്നേറണം. നാളെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറയുന്നു, ചില ആൾക്കാർ അന്യഭാഷ പറഞ്ഞ് നിർത്താൻ കഴിയാത്തതുപോലെ ഒരു നദിയിൽ മുങ്ങിത്താഴുന്നത് പോലെ ആ നദിയിൽ, ആത്മനദിയിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു അനുഭവം യേശുവിന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്. എന്റെ ഈ ദിവസങ്ങളിലെ മീറ്റിംഗിലെല്ലാം ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഞങ്ങൾ പാസ്റ്റർമാരെ കോൺഫറൻസിൽ പ്രസംഗിക്കുമ്പോൾ ഒരു വലിയ ഒരു ഇമ്പാർട്ടേഷൻ അവിടെ വെളിപ്പെടുന്ന ഞാൻ കണ്ടു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ചില ഉണങ്ങിയ അസ്ഥികൾ നിങ്ങളുടെ ആരാധനയിൽ ജീവിക്കാൻ പോകുക. അസ്ഥികൾ, ചില വാഗ്ദത്തങ്ങൾ ഉണങ്ങിപ്പോയി. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അസ്ഥികൾ ഏറ്റവും അധികമായിരുന്നു, ഏറ്റവും ഉണങ്ങി നടത്തുമെന്നാണ്. വാഗ്ദത്തം കേട്ടിട്ട് 13 വർഷമായവർ പോലും ഇതിനകത്തുണ്ട്. വാഗ്ദത്തം കേട്ടിട്ട് ഇത്ര നാളായി നടക്കാതിരിക്കുന്നവരോട് ദൈവം പറയുന്നു, യെസ് ബട്ട് ഐ ആം ഗോയിങ് ടു റെസ്റ്റോർ യു. ഞാൻ നിനക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ പോകുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളെ അല്ല, സമയങ്ങളെ പോലും. 2:25 നിനക്ക് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ ഞാൻ നിനക്ക് മടക്കി തരും. വ്യക്തമായി സംസാരിക്കുന്നു. ആമേൻ. ഞാൻ നിനക്ക് മടക്കി നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ ഞാൻ നിനക്ക് തരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ നിനക്ക് ഞാൻ മടക്കി തരും. പ്രാർത്ഥിക്കാം. രാത്രികാലം ചില നിമിഷങ്ങൾ ഈ മീറ്റിംഗുകൾ നിർത്തുവാൻ കഴിയുന്നില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയായിരുന്നെങ്കിൽ അതിന് അത്ഭുതകരമായ ദൈവം പറഞ്ഞാൽ സൂമിനൊന്നും തടസ്സങ്ങളില്ല. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രാത്രികാലം ഈ ദൈവശക്തിയിൽ എന്നെ നിറയ്ക്കണമേ. ഈ അനുഭവം ഇന്ന് രാത്രി 10 മണി കൊണ്ട് തീരരുത്, 11 മണി കൊണ്ട് തീരരുത്. കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്നോട് ദൈവം പറയുന്നു, ചില കുടുംബങ്ങളുടെ വ്യക്തികൾ തീരുമാനമെടുക്കാൻ പോവുകയാണ്. തുടർമാനമായിട്ടുള്ള ഉപവാസങ്ങൾ ഇവിടെ വെളിപ്പെടാൻ പോവുകയാണ്. തുടർമാനമായിട്ടുള്ള ഉപവാസ പ്രാർത്ഥനകൾ ഭവനത്തിന്റെ അകത്ത് പേഴ്സണലി ദൈവം നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. രാത്രികാലം ദൈവം മഹത്വപ്പെടുക, ദൈവനാമം മാത്രം മഹത്വപ്പെടുക, വേറൊന്നും മഹത്വപ്പെടേണ്ട. യേശുവിന്റെ നാമത്തിൽ ദേവദാസനെ 2:25 ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന മഹാസൈന്യമായി വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. I will restore you the times, the years for you. ആമേൻ. രാത്രികാലം പ്രാർത്ഥിച്ചോണം. നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ മടക്കി തരാൻ എന്റെ ദൈവത്തിന്റെ ആഴത്തിന് മാത്രമേ കഴിയത്തുള്ളൂ.
കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ പ്രവൃത്തി കർത്താവ് തുടർമാനമായിട്ട് ചെയ്യട്ടെ. ആരും പ്രസംഗിക്കാനുള്ള പുരിയായി. ആമേൻ. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം ഈ ദിവസങ്ങളിൽ മനസ്സിലായത്, ഒരു വ്യക്തിക്ക് പ്രാധാന്യമില്ല, പരിശുദ്ധാത്മാവിനെ നമ്മൾ സകലത്തെ വിട്ടുകൊടുത്തതാണ് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. ഗാഡ് ബ്ലസ് യു. ഈ തുടർന്നുള്ള ശുശ്രൂഷയുടെ 298 ദിവസത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച മധ്യ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ശബ്ദങ്ങൾ നമ്മുടെ ഇതിനകത്തെ ശുശ്രൂഷ പ്രിയ പാസ്റ്റർ ഷിനോജിയുള്ള നന്ദിയെ എന്റെ വ്യക്തിപരമായ പേരും സഭയുടെ അറിയിക്കുകയാണ്. കഥാസതയും ധാരാളം അനുകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം നാം കേട്ട ദൈവിക ശബ്ദങ്ങളുടെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി ഇടപെട്ടു. ഒരുപക്ഷെ ആരുടെയും പേര് വിളിച്ചോ ചൂണ്ടിയോ പറഞ്ഞില്ല എങ്കിലും വ്യക്തമായി പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കായി. ഹല്ലേലൂയ. ആ കേട്ട ദൈവമക്കൾക്കറിയാം അത് എന്നോടായിരുന്നു എന്നുള്ളത്. ഓരോ ദൈവമക്കൾക്കും ഹല്ലേലൂയ ഇന്ന് രാത്രി പറയാൻ കണ്ട ശബ്ദമാണ് ഈ ദൂത് എന്നുള്ള വചനമാണ്, എന്നോടുള്ള ശബ്ദമായിരുന്നു. പരിശുദ്ധാത്മാവോട് സംസാരിച്ചു, എന്റെ ഹൃദയത്തോട് സംസാരിച്ചു, എന്റെ വിഷയത്തോട് സംസാരിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നെ ഹല്ലേലൂയ അത് തട്ടി ഉണർത്തുവാൻ കൊണ്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ ഹല്ലേലൂയ എന്ന ശബ്ദത്തെ ആസ്പദമാക്കിയുള്ള ദൈവിക വചനത്തിന്റെ മർമ്മങ്ങൾ തൊട്ട് ഹല്ലേലൂയ ഓരോ കുടുംബങ്ങളെയും, ഓരോ വ്യക്തി ജീവിതത്തെയും, സഭയോടുള്ളത്, ദേശത്തോടുള്ളത്, രാജ്യത്തോടുള്ളത്, തലമുറകളോടുള്ള ദൈവിക ദൂതുകൾ വ്യക്തമായി വിളിച്ചു സമയങ്ങളാണ്. ഹല്ലേലൂയ. രാത്രികാലം അവയെ നമുക്ക് ഏറ്റെടുക്കാം, അതേ വിശ്വസിക്കാം, അതേ നമുക്ക് വാഹനം ഉച്ചരിക്കാം. ഹല്ലേലൂയ. അതേ ചില സംഭവിക്കാൻ പോകുക. അതേ സ്വത്രം ചുറ്റുപാടും മുഴുവനുമായി ആ സാധ്യതകൾ എനിക്ക് തെളിഞ്ഞു വന്നാലും ഇല്ല, ദൈവത്തിന്റെ പക്കൽ ഹല്ലേലൂയ അതിന് റിസോഴ്സ് ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പക്കൽ വഴികളുണ്ട്. സകല വഴി എനിക്ക് പ്രതികൂലമായാലും ദൈവത്തിന്റെ പക്കൽ ഉണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ലോകം മുഴുവൻ എനിക്ക് എതിരിരുന്നാലും ഞാൻ സേവിക്കുന്ന ദൈവം ആരെനിക്കറിയാം, ഞാൻ ആരെ വിശ്വസിക്കുന്നു, അവനെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. അത് അയ്യോ പറഞ്ഞ പോലെ ദൈവമേ നിനക്ക് സകലം കഴിയുമെന്ന്, നിന്റെ ഉദ്ദേശങ്ങൾ സാധ്യമല്ല എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യാഹോവേ മലാക്കി 3:6 ഇങ്ങനെ വായിക്കുന്നു, യഹോവയെ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബൻ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. യാക്കോബ് ലേഖനം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. അതേ അവന് വികാരമോ ഗതിഭയത്തുള്ള ആച്ഛാദനമോ ഇല്ല. അല്പം പോലും വ്യതിചലിക്കാം ദൈവം അവനോട് മധ്യയുണ്ട്. ഹല്ലേലൂയ. അതെ, ഈ ദൂത് സഭയുള്ള ദൂതാണ്, കുടുംബങ്ങളുടെ ദൂതാണ്, രാജ്യങ്ങളുടെ ദൂതാണ്, സ്ഥലങ്ങളുടെ ദൂതാണ്. ഹല്ലേലൂയ. ധൈര്യപ്പെട്. ഹല്ലേലൂയ. കർത്താവ് വലിവ് കൽപ്പിക്കാൻ പോകും. മുഴുവനും അടയട്ടെ, കൊട്ടി അടയ്ക്കപ്പെടട്ടെ, അല്ലെ കാരാഗരകത്താകട്ടെ, കല്ലറയ്ക്കകത്താകട്ടെ, എല്ലാ വഴികളും അടയട്ടെ, സാത്തുമെല്ലാം അവസാനിക്കട്ടെ. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം കുറുകിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം കുറുകിട്ടില്ല, ദൈവത്തിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെടാം. അത് ഈ താഴ്വരകളിൽ അനേക കുഴികളെ വെട്ടാം, കുഴിക്കാം. ഹല്ലേലൂയ. നിറപ്പാൻ ദൈവശക്തനാ, വിറയ്ക്കുക ദൈവശക്തനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭക്തികൾക്ക് മാറ്റം വന്നില്ല. സ്തോത്രം. വ്യാജം പറയുന്ന ദൈവം മനുഷ്യല്ല, അവൻ മനുഷ്യപുത്രമല്ല. അവന്റെ വാക്കെപ്പോഴും ഉവ്വെന്നും ഇല്ല ഇല്ലാതുമാണ്. അതിലേക്ക് കേൾപ്പിക്കാം, കേട്ട് നമ്മൾ ധ്യാനിക്കാം. അതേ ഹല്ലേലൂയ. വിടുതലായി തീരട്ടെ. പ്രവശബ്ദമായി 1000 പ്രാവശ്യം ഏറ്റെടുത്ത് പറയാം വാക്കുകൾ. നമ്മെ തന്നെ സമർപ്പിക്കാം. രാത്രി ദൈവസംസദേവസനായി പ്രാർത്ഥിക്കാം. ആയിരങ്ങൾക്ക് പറയാനുള്ള തിരുമാറാകട്ടെ. ഈ രാത്രി വചനം കേട്ടതില്ല ദൈവമക്കൾക്കുമായി പ്രാർത്ഥിക്കാം. അത് വിള തിരുമാറാകട്ടെ. അതിന്റെ റെക്കോർഡിംഗ് മെസ്സേജുകൾ വരും ദിവസം കേൾക്കുന്ന അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കുമാറാകട്ടെ.
നമ്മെ അതിനെ സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ റോയ് ഹൃദയമായി ശബ്ദമുയർത്തി കേൾക്കപ്പെട്ട ഞങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കും. റോയ് ഹൃദയമായി പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പലയിടങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവേ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വലിയ ഹല്ലേലൂയ അവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എത്രയോ പേർക്ക് ലഭിക്കാത്തതായ ആ വലിയ സമാധാനം, സന്തോഷം ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നല്ലോ കർത്താവേ. നിന്റെ നല്ല ഒരാത്മാവ് ഞങ്ങളെ നിലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായി ഞങ്ങൾക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവിക വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഹല്ലേലൂയ ഞങ്ങളെ നീ അവിടുന്ന് ദൈവത്തിന്റെ ഹല്ലേലൂയ മനസ്സിനെ അറിയിച്ചതിനായി, ദൈവത്തിന്റെ ഹല്ലേലൂയ ഞങ്ങളെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ അറിയിച്ചതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. സ്തോത്രം. ആര് തഴഞ്ഞു കളഞ്ഞിരുന്നാലും, ആര് ഞങ്ങളെ വിറ്റുകളഞ്ഞിരുന്നാലും അവിടെ നിന്ന് കർത്താവേ ഞങ്ങളെ ഉയർത്തുവാൻ കഴിയുന്ന, ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനകളെ നിവർത്തിപ്പാൻ കഴിയുന്ന, ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ അതിന്റെ തക്ക സമയത്ത് ഹല്ലേലൂയ നിവർത്തിപ്പാൻ കഴിയുന്ന ഞങ്ങളുടെ കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുള്ളതായ വലിയ സന്ദേശം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്നുകൂടെ കർത്താവേ സ്തോത്രം നീ എവിടുന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അറിയിച്ചതിനായി ഞങ്ങൾക്ക് സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളെ നിന്റെ വചനത്താൽ ബലപ്പെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം ഞങ്ങളെ കർത്താവെ ബലപ്പെടുത്തുകയാൽ, ശക്തീകരിക്കുകയാൽ ഹല്ലേലൂയ തളർന്നിരിക്കുന്നതായ, ഹല്ലേലൂയ ക്ഷീണിച്ചിരിക്കുന്നതായ നിന്റെ അവകാശത്തെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരുന്നതിനായി ഞങ്ങൾക്ക് സ്തുതിക്കുന്ന കർത്താവേ. നിന്റെ വചനം ഞങ്ങളെ ബലപ്പെടുത്തുന്നല്ലോ ഞങ്ങളുടെ കർത്താവെ. സ്തോത്രം. തളർന്നതായ, ക്ഷീണിച്ചതായ എല്ലാ അനുഭവത്തെയും കർത്താവെ നിന്റെ ഹല്ലേലൂയ സ്തോത്രം വചനത്തിന്റെ മഞ്ഞിനാലെ പൊഴിപ്പിച്ച് കർത്താവ് ബലപ്പെടുത്തതിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. നിന്റെ ദാസനെ അതിനായി ഉപയോഗിച്ചല്ലോ കർത്താവേ. സ്തോത്രം. നീ ബലത്തോടെ വീണ്ടും നിർത്തുവാനാകണമേ. അനേകരെ ശക്തീകരിക്കുവാൻ, അനേകരെ ബലപ്പെടുത്തുവാൻ, ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുവാൻ വേണ്ടതായ പൂർണ്ണമായ ദൈവിക ആലോചനകളും അഭിഷേകത്താലും കർത്താവ് വീണ്ടും സൂക്ഷിച്ചാട്ട് കൃപയിൽ പൊരിഞ്ഞാട്ട് കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ഈ ഹല്ലേലൂയ കുടിവരവിനെ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾക്ക് സ്തുതിക്കുന്നതിന്റെ ക്രമീകരണങ്ങളെ വരുത്തുവാൻ ഹല്ലേലൂയ പ്രിയ കർത്താവിന്റെ ദാസനെ കർത്താവിനോട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ കാലയളവിൽ അളവിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും പ്രത്യാശയോടെ കൊണ്ടുവരുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ പ്രത്യാശ അറ്റവരെ പോലെ അല്ല. ഹല്ലേലൂയ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്നു. അതിനാലെ കർത്താവെ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനെന്ന് ഞങ്ങൾ അറിയുന്നു. നീ ജീവിക്കുന്നതിനാൽ ഞങ്ങൾ ജീവിക്കുന്നല്ലോ കർത്താവേ. ഇതിനാലെ കർത്താവെ നിന്റെ വചനത്താൽ ഞങ്ങളെ കർത്താവ് ജീവിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ എല്ലാവരുടെ ഹൃദയത്തിലുള്ളതായ ആവശ്യങ്ങളെ, അവസ്ഥകളെ അറിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്ര. ദൈവകരത്തെ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ എല്ലാവരെയും ഒരുപോണക്ക് അനുഗ്രഹിച്ചാണ് ദൈവവചനം സംസാരിച്ച് ദൈവദാസനെ വീണ്ടും ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അനുഗ്രഹിക്കണമേ കർത്താവേ. തൃക്കരത്തിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തു സമർപ്പിക്കുന്നു. കേട്ട വചനത്തിനനുസരണം ജീവിക്കുവാനും പ്രത്യാശയോടെ ആയിരിക്കാനും ഞങ്ങളെ ഏവരെയും കർത്താവിടുന്ന് ബലപ്പെടുത്തണം, സഹായിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ നിങ്ങൾ ചോദിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് കേട്ടു മറുപടി തരും പിതാവേ. ആമേൻ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസം എപ്പോഴും നാം ഓർത്ത് പ്രാപ്തിച്ച സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും ഇനിയും തമ്മിൽ കണ്ടുമുട്ടും വരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ.